Okay, so good evening, guys. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ സമയത്ത് ജക്കാത്തിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അന്നാണ് നമ്മൾ മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ജക്കാത്ത് റിലേറ്റഡ് മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെറിയ കുറച്ച് പോയിന്റുകൾ പറയാനുണ്ട് അതിൽ. ജക്കാത്ത് ബേസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതുപോലെ പേയ്മെന്റ് റിലേറ്റഡ് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. അതാണ് ഇനി ജക്കാത്തിൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളൂ. ബാക്കിയുള്ള ബേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെ ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. തിയറട്ടിക്കൽ സൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പോർഷൻ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അതൊന്ന് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്തുണ്ട്, അതിൽ ബാലൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് മാത്രമാണ്. നമ്മൾ ആ ജക്കാത്തിൽ നമ്മൾ പഠിച്ച സെഷനിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഓരോ കമ്പനീന്റെ ജക്കാത്ത് ബേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, പല പല സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ജക്കാത്തിന്റെ ബേസ് വരിക, എങ്ങനെയായിരിക്കും ആ കമ്പനീന്റെ ജക്കാത്ത് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, ജക്കാത്തിന്റെ ഒരു മേജർ കംപ്ലീഷൻ, ഐ മീൻ ഒരു 90% ജക്കാത്ത് കംപ്ലീറ്റഡ് ആവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജക്കാത്തിൽ കുറച്ചൊരു ചെറിയ പോയിന്റ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഈ ബേസ് നെഗറ്റീവ് ആകുന്ന സമയത്തുള്ള കാര്യങ്ങൾ, അതുപോലെ പേയ്മെന്റിന്റെ ടൈം എപ്പോഴാണ്, ഡിലേ വന്നു കഴിഞ്ഞാൽ എന്താ വരിക, ജക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എന്താ ഫൈൻ വരിക, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയാനുള്ളത്. ആ ഒരു ചെറിയ പോർഷൻ നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജക്കാത്ത് ഫുള്ള് നമ്മുടെ സിലബസിലുള്ള ജക്കാത്തിന്റെ തിയറി സൈഡ് ഫുള്ളി കംപ്ലീറ്റഡ് ആവും. പിന്നെ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ എങ്ങനെ ഫയലിംഗ് ആണ്, എങ്ങനെയാണ് സൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഫയൽ ചെയ്യുക, ആ സൈഡാണ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് കോർപ്പറേറ്റ് ടാക്സ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. അപ്പൊ ജക്കാത്തിനേക്കാളും കുറച്ചും കൂടി വാസ്റ്റ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. ജക്കാത്ത് ചെറിയ പോർഷൻ ആണ്, ചെറിയ സിലബസ് ആണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ഇനി വരാനുള്ള ദിവസങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പൊ കോർപ്പറേറ്റ് ടാക്സ് സൈഡ് ആയിരിക്കും. കോർപ്പറേറ്റ് ടാക്സ് കുറച്ചും കൂടിയൊക്കെ പറയാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗോസി വരിക. ഗോസിയും ചെറിയ പോർഷൻ ആണ്, ജക്കാത്തിന്റെ പോലെ തന്നെ അല്ലെങ്കിൽ ജക്കാത്തിനേക്കാളും കുറവാണ് ഗോസിയിൽ പറയേണ്ടത്. അപ്പൊ അതാണ് ഉള്ളത്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജക്കാത്തിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് നമ്മൾ അന്ന് പറയാൻ വിട്ടുപോയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ, അന്ന് ഞാനാണ് ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്തത്, സ്റ്റാർട്ട് ടു എൻഡ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുകയാണ് ചെയ്തത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഓരോരുത്തരായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. സാധനം മനസ്സിലായിട്ടുള്ളതും ചെയ്യാൻ പറ്റും. ഒരു കമ്പനീന്റെ ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ലൈവിൽ ഇരിക്കുമ്പോൾ അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ കേട്ടിരിക്കേണ്ട അല്ലെങ്കിൽ പോയിന്റുകളായിട്ടൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ അതിൽ നിങ്ങളുടെ ആൻസർ, നിങ്ങൾക്ക് എന്താണോ പറയാൻ പറ്റുന്നത് അത് എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 പോകാൻ പോകുന്നത്. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ട് വിചാരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നോ? വേണോ? ഇവിടെ അല്ലാതെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണോ? വേണം വേണം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഷെയർ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുകയും ചെയ്യാം. ഗ്രൂപ്പിലല്ലേ? ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഇതേപോലെ സ്ക്രീൻഷോട്ട് ആയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ജക്കാത്ത് 1 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഒറ്റ സെക്കൻഡ്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ABC ട്രേഡിംഗ് LLC, ഗ്രൂപ്പിൽ കാണുന്നവർക്ക് ഗ്രൂപ്പിൽ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ നോക്കേണ്ടവർക്ക് ഇവിടെ നോക്കാം. ഓക്കെ, കണ്ടോ? ഓക്കെ, ABC ട്രേഡിംഗ് LLC, നമ്മളെ കമ്പനി ABC ട്രേഡിംഗ് LLC ആണ്. സൗദി ഓൺഡ് കമ്പനിയാണ്. ഓക്കെ, സോ 100% സൗദി ഓൺഡ് കമ്പനിയാണ്. ഫോറിൻ ഓണർഷിപ്പ് ഇല്ലാത്ത കമ്പനിയാണ്. ഓക്കെ, രജിസ്റ്റേർഡ് വിത്ത് സക്കയുമായിട്ട് രജിസ്ട്രേഷൻ ഉള്ള കമ്പനിയാണ്.
ഈസ് എൻഗേജ്ഡ് ഇൻ ട്രേഡിംഗ് ഓഫ് ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇൻ സൗദി അറേബ്യ. ഇലക്ട്രിക്കൽ ഗുഡ്സിലാണ് അവർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. രണ്ടുപേര് വെയിറ്റിംഗ് റൂം, ആരൊക്കെയാണ്? ഷെരീഫ്, ഓക്കെ. ആരാണെന്ന് അറിയില്ലല്ലോ. മെസ്സേജ് അയക്കുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, സോ ഇലക്ട്രിക്കൽ ഗുഡ്സ് ചെയ്യുന്ന കമ്പനിയാണ്. അവരുടെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. 31 ഡിസംബർ 2024 ബാലൻസ് ഷീറ്റിന്റെ എക്സ്ട്രാക്ട് ആണ് തന്നിട്ടുള്ളത്. അതിൽ അസറ്റ് സൈഡ് ഫുള്ള് തന്നിട്ടുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡ് ഉണ്ടാവും. ഓക്കെ, ലയബിലിറ്റി സൈഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. അസറ്റ് സൈഡ് ആൻഡ് ഓക്കെ, അസറ്റ് സൈഡും തന്നിട്ടുണ്ട്, ലയബിലിറ്റി സൈഡും തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് വെച്ചിട്ട് നമ്മളോട് സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ എന്ത് ചെയ്യാം, സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്താം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് അസറ്റും ലയബിലിറ്റി ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എന്താ ചെയ്തിരുന്നത്, നമ്മുടെ ലയബിലിറ്റി സൈഡിലുള്ള, അതായത് ഈക്വിറ്റിയും നോൺ കറന്റ് ലയബിലിറ്റിനെ ആഡ് ചെയ്യും, അതിലേക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അഡീഷൻസ് അല്ലെങ്കിൽ അസറ്റുകൾ ഏതൊക്കെ അഡീഷൻസ് ഉണ്ട്, നോൺ കറന്റ് അസറ്റുകൾ ഏതൊക്കെയുണ്ട്, അത് ഒഴിവാക്കും. ഇതാണ് സക്കാത്ത് ബേസിന്റെ ഇക്വേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓരോ ഇക്വേഷനിൽ എന്തൊക്കെയാ വരും, എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ഇതാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓരോ അസറ്റിൽ ഏതൊക്കെ എടുക്കാം, ഏതൊക്കെ എടുക്കണ്ട എന്നുള്ളതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ നോട്ട് ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ആൻസർ ഇവിടെ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അവിടെയും നോക്കാം. സോ ഫസ്റ്റ് ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അസറ്റ് സൈഡിലുള്ള ഓരോരുത്തരായിട്ട് നോക്കാം. ബാലൻസ് ഷീറ്റിലുള്ള ഓരോരുത്തർ എടുക്കുകയാണ് നമ്മൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സക്കാത്ത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റ് എടുക്കും. ഏത് വർഷത്തേക്കാണോ നമ്മൾ സക്കാത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ ഓരോരുത്തർ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കണം. നമ്മൾ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്. ഇനി ആൻസർ ഒക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടോ. നമ്മൾ അന്ന് പറഞ്ഞതെന്ന്, അന്ന് ഞാനാണൊക്കെ പറഞ്ഞത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ് ഒരു എമൗണ്ട് ഉണ്ട്, 1,20,000 ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, യെസ് ഓർ നോ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് മാത്രം ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് ആയിട്ട് എങ്ങനെയും പറഞ്ഞാൽ മതി. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ സക്കാത്ത് ബേസിൽ എടുക്കണോ വേണ്ടയോ? യെസ് ഓർ നോ? വേണ്ട. നോ. ഓക്കെ, നോ. ഓക്കെ, നോ പറയാനുള്ള റീസൺ എന്താ? കറണ്ട് അസറ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. പിന്നെ അടുത്തത് ബാങ്ക്. ബാങ്കിലും ഫണ്ടല്ലേ, ബാങ്ക് ബാലൻസും സെയിം ലോജിക്ക്, 380. സോ അതും കറണ്ട് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല, അവിടെ വെച്ചു. ഓക്കെ, അടുത്തത് ട്രേഡ് റെസ്യൂബിൾ. ട്രേഡ് റെസ്യൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മള് കറണ്ട് അസറ്റ്. അതും റിയലൈസബിൾ ആണ്. എക്സ്പെക്ടഡ് ടു ബി, നമ്മൾ അടുത്ത് തന്നെ റിയലൈസ് ചെയ്യാൻ നിൽക്കുന്ന കറണ്ട് അസറ്റ് സൈഡിലുള്ളതാണ് ട്രേഡ് റെസ്യൂബിൾ. ഓക്കെ, സോ അതും നമ്മൾ 9,50,000 ഉണ്ട്, നമ്മളത് കറണ്ട് അസറ്റ് സിറ്റുവേഷനിൽ ഇട്ടു. ഓക്കെ, പിന്നെ ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ വേണ്ട, പറയാം, കൂടുതൽ പറയാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ, പ്രൊവിഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെ അതെ അതെ, നമ്മൾ അവിടെ അലോ ചെയ്യില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഐ മീൻ അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണ്ട, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ പ്രോഫിറ്റിന്റെ ഭാഗമാവുന്ന സമയത്ത് മാത്രം എടുക്കുക. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും നോക്കുന്നില്ല, അവിടെ നിന്നോട്ടെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് പ്രോഫിറ്റിന്റെ സൈഡ് ആവുന്ന സമയത്ത് നോക്കാം. പിന്നെ ഇൻവെന്ററി പറയുന്നുണ്ട്. ഇൻവെന്ററി അഗെയിൻ എന്താണ്, കറണ്ട് അസറ്റ് ആണ്. ഇൻവെന്ററി സ്റ്റോക്കിൽ പെടുന്നതാണ്, കറണ്ട് അസറ്റിൽ പെടുന്നതാണ്. അഗെയിൻ എത്രയുണ്ട്, 14 അല്ലേ ഒന്ന്, ഇൻവെന്ററി 14 lakh, അതും കറണ്ട് അസറ്റിന്റെ പാർട്ടാണ്. ഓക്കെ, ഇൻവെന്ററി എടുക്കൂല, ഇൻവെന്ററി കറണ്ട് അസറ്റ് അല്ലേ. പിന്നെ നെക്സ്റ്റ് വൺ, അഡ്വാൻസ് ടു സപ്ലയർ. നമ്മൾ സപ്ലയർക്ക് അഡ്വാൻസ് കൊടുത്തത്
അതും ഇൻവെന്ററി റിലേറ്റഡ് ആണ് 1 lakh. സോ അതും അവിടെ തന്നെ നിന്നോട്ടെ. ഓക്കെ, പോയോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി പിന്നെ അതിൻ്റെ ഇടയിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എടുക്കുന്നുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഏകദേശം ഒരു എമൗണ്ട് കിടക്കുന്നുണ്ട്. 60,000 പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്നുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കൊടുത്ത എമൗണ്ട്, അല്ലെങ്കിൽ ആദ്യം തന്നെ. ഇതൊരിക്കലും നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രീ ഇൻകോർപ്പറേഷൻ എക്സ്പെൻസുമായിട്ട് മിസ്മാച്ച് ചെയ്യരുത്. ഇത് അതല്ല. ഇത് നമ്മളിപ്പോൾ സാലറി പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെന്റ് പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ്. അല്ലാതെ ഇതല്ല നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പ്രീ ഇൻകോർപ്പറേഷൻ അല്ല. അത് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. പ്രീപെയ്ഡ് എക്സ്പെൻസും നമ്മൾ എടുക്കുന്നില്ല. അതും കറണ്ട് അസറ്റിന്റെ കാറ്റഗറിയിൽ വിട്ടു. അതും നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, സോ അതോടുകൂടി നമ്മൾ ആ ഒരു സൈഡ് ഡിസ്കസ് ചെയ്തു. ഇനി ഫിക്സ്ഡ് അസറ്റ് എടുക്കുന്നുണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏതൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം, അത് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻസിന്റെ കൂട്ടത്തിലേക്കുള്ളതാണ്. രണ്ടിനെ നമുക്ക് അവിടെ വെക്കാം. ജോയിൻ ചെയ്യാൻ ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി ലയബിലിറ്റി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ലയബിലിറ്റി സൈഡിൽ ട്രേഡ് പേയബിൾ എടുക്കുന്നുണ്ട്, അക്രൂഡ് എക്സ്പെൻസ് എടുക്കുന്നുണ്ട്, വാറ്റ് പേയബിൾ എടുക്കുന്നുണ്ട്, സക്കാത്ത് പേയബിൾ എടുക്കുന്നുണ്ട്, ബാങ്ക് ലോൺ ലോങ് ടേം എടുക്കുന്നുണ്ട്, ബാങ്ക് ലോൺ ഷോർട്ട് ടേം എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇക്വിറ്റി സൈഡിൽ ക്യാപിറ്റലും എടുക്കുന്നുണ്ട്, റീറ്റെയിൻ ഏർണിങ്സും എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ എന്താ ചെയ്യില്ല, നമ്മൾ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് സൈഡ്സ് കുറക്കുക ചെയ്യാം. ഇതിൽ ലയബിലിറ്റീസിൽ ആദ്യത്തത് ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് പൊതുവെ നമ്മൾ ആഡ് ചെയ്യാറുണ്ടോ? ആഡ് ചെയ്യണമല്ലോ, ലയബിലിറ്റി പ്ലസ് ആഡ് ചെയ്യണം. അപ്പോൾ അത് വിചാരിച്ചു. ഷോർട്ട് ടേം ലയബിലിറ്റി ആണ് ട്രേഡ് പേയബിൾ അവിടെ നോട്ടെ. പിന്നെ കറണ്ട് അക്രൂഡ് എക്സ്പെൻസ് ഉണ്ട് 1,30,000. അതുപോലെ തന്നെ നമുക്ക് ഹലോ, ഐ ആം നോട്ട് അൺഎബിൾ ടു കണക്ട് ദീസ് ടുഡേ ക്ലാസ് പറഞ്ഞിട്ട് അത് ആരാണ് ജോയിൻ ചെയ്യാൻ നോക്കിയിട്ട് ജോയിൻ ആവാത്തത്? ഞാൻ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ വാറ്റ് പേയബിൾ ഉണ്ട്. വാറ്റ് പേയബിളിനെ കുറിച്ച് എന്താ ഐഡിയ? വാറ്റ് പേയബിൾ നമ്മൾ ആഡ് ചെയ്യും. ലയബിലിറ്റി ആണ് ആഡ് ചെയ്യേണ്ടത്. ആണ്, പക്ഷേ അതിലൊരു വിഷയമല്ലേ, വാറ്റ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് റിലേറ്റഡ് ലയബിലിറ്റി അല്ലേ. അത് ഷോർട്ട് ടേം ആണ്. അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ വേറെ ഏത് ലയബിലിറ്റിയാ? പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ളൊരു സിറ്റുവേഷനിൽ ബാങ്ക് ലോൺ എടുക്കും. കറണ്ട് പോർഷൻ എടുക്കൂല. പറയും. സക്കാത്ത് പേയബിൾ അങ്ങനെ തന്നെ. സക്കാത്ത് പേയബിൾ അങ്ങനെ തന്നെ. വാറ്റ് പേയബിൾ, സക്കാത്ത് പേയബിൾ ഒക്കെ അങ്ങനെ തന്നെ. ഷോർട്ട് ടേം പ്രീവിയസ് ഇയർ പേയബിൾ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ബാങ്ക് ലോൺ 2 ഉണ്ട്. ബാങ്ക് ലോൺ ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. ഓക്കെ, അതിൽ ഷോർട്ട് ടേം പോർഷൻ നമ്മൾ എടുക്കില്ല, ലോങ് ടേം പോർഷൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇക്വിറ്റി നമ്മൾ ആഡ് ചെയ്യണം, റിട്ടേൺ ഏർണിങ്സ് ആഡ് ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈസിയാണ്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വലിയ ക്വസ്റ്റ്യൻ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഈസിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആർക്ക് ആൻസർ കിട്ടിയിട്ടില്ല എന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? മെസ്സേജ് അയച്ചിട്ടോ അതാക്കിയിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അത് ഈസി ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ മതി, ടൈം ആയിരുന്നു സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3, അല്ലെങ്കിൽ സക്കാത്തിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഈസിയാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഈസിയാണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണത്. ഞാൻ കുറച്ച് ടഫ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിട്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോകണം. 3യും 4ഒക്കെ അത്യാവശ്യം നല്ല, ഒന്നും കൂടി ഈ 3യിലും 4ഒക്കെ നമുക്ക് എന്തെങ്കിലും പുതിയ കൺസെപ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ 3യും 4ഉം പറയുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു സൗദി ജോയിന്റ് സ്റ്റോക്ക് കമ്പനീന്റെ അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു സൗദി ഓൺഡ് കമ്പനീന്റെ ഫിനാൻഷ്യൽ ഡാറ്റ തന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ ഡാറ്റയിൽ നമുക്ക് പലതും തന്നിട്ടുണ്ട്. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഷെയർ പ്രീമിയം തന്നിട്ടുണ്ട്. ഓക്കെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റിട്ടേൺ ഏർണിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇവിടെ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, പിന്നെ അതിനുശേഷം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് തന്നിട്ടുണ്ട്, ലോങ് ടേം ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്, സ്പെയർ പാർട്സ് തന്നിട്ടുണ്ട് ലോങ് ടേം യൂസിനുള്ള,
അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് അവൈലബിൾ ഫോർ സെയിൽ തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് നമ്മളായിട്ട് കാണണ്ട, അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, സബോർഡിനേറ്റഡ് ലോൺ ഫ്രം ഷെയർ ഹോൾഡേഴ്സ് തന്നിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് പോലെ. അപ്പൊ ഇത് കുറച്ചും കൂടി നമുക്ക് ഒന്നും കൂടി വർക്ക്ഔട്ട് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. സ്റ്റിൽ ഇതും ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ പഠിച്ച സാധനമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഞാൻ എഴുതുന്നില്ല, എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്തൊക്കെ വരും ഏതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മൾ സക്കാത്ത് ബേസിൽ എടുക്കുകയാണെങ്കിൽ ഏത് സൈഡിലാണ് എടുക്കുക? എന്താ അങ്ങനെ തോന്നുന്നത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡ്. ഓക്കെ, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇക്വിറ്റി സൈഡ്. ഓക്കെ, അല്ലാന്ന് ആർക്കും അഭിപ്രായം ഉണ്ടോ? നമ്മൾ എടുക്കൂലെന്ന് അഭിപ്രായം ഉണ്ടോ? പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ എടുക്കൂല. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ലേ? ക്യാപിറ്റൽ സൈഡിലാണ് നമ്മൾ എമൗണ്ട് അടച്ചതാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എടുക്കൂല, നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ സക്കാത്ത് ബേസിന്റെ വർക്കിംഗ്സിൽ എടുക്കണ്ട എന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? എടുക്കണമല്ലോ, എടുക്കണം. അല്ല, ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കണല്ലോ. എല്ലാവരും എടുക്കുന്നുള്ള തന്നെയാണ് അഭിപ്രായം അല്ലേ? ഓക്കെ, സോ ഇക്വിറ്റി നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഇക്വിറ്റി എന്ത് ചെയ്യണം? ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ട് ഇക്വിറ്റി സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അതിന്റെ കൺഫ്യൂഷൻ തീർന്നു. രണ്ടാമത്തത് ഷെയർ പ്രീമിയം ആണ് പറയുന്നത്. അപ്പൊ എന്ത് ഈ ഷെയർ പ്രീമിയം? ഷെയർ പ്രീമിയം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ഷെയർ ഒക്കെ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു പ്രീമിയം എമൗണ്ട് ചാർജ് ചെയ്യും. ഈ പ്രീമിയം എമൗണ്ട് ചാർജ് ചെയ്യപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഷെയറിന്റെ ഒരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് വാല്യൂ. ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്ന പേരാണ് ഫേസ് വാല്യൂ. ഈ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മൾ ഒരു ഷെയർ വാങ്ങുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഷെയറിന്റെ പ്രൈസ് ഫേസ് വാല്യൂ 10 രൂപയാണ് വിചാരിച്ചോളൂ. ഈ 10 രൂപ ഉണ്ടായിരുന്ന ഷെയർ നമ്മൾ ഒരു 13 രൂപക്കാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂവിന്റെ കൂടുതൽ നമ്മൾ കൊടുത്ത ഈ 3 രൂപ ഉണ്ടല്ലോ, അതായത് ഷെയറിന്റെ ഫേസ് വാല്യൂ 10 ആണ്, നമ്മൾ ആ ഷെയർ വാങ്ങിയത് 13-നാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ നമ്മൾ വാങ്ങുന്ന ഈ 3 എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷെയർ പ്രീമിയം എന്ന് വിളിക്കാം. ഓക്കെ, അത് നമ്മൾ എന്താണ്? ഫേസ് വാല്യൂവിന്റെ പുറമെ നമ്മൾ കൊടുത്താണ് എന്ത്? ഷെയർ പ്രീമിയം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയ അതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ഷെയർ പ്രീമിയത്തിനെ നിങ്ങളൊരു ലോജിക്കൽ പറഞ്ഞാൽ മതി. ഷെയർ പ്രീമിയത്തിനെ നമ്മൾ ക്യാപിറ്റലിന്റെ പാർട്ട് ആക്കണോ ആക്കണ്ടേ? നമ്മൾ ഇക്വിറ്റിന്റെ പാർട്ട് ആക്കണോ ആക്കണ്ടേ? നമ്മൾ സക്കാത്തിന്റെ കാൽക്കുലേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബേസിക്കലി അക്കൗണ്ട്സിൽ ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റലിന്റെ പാർട്ടാക്കി കൂട്ടാൻ പറ്റുമോ? ഡിസ്കഷൻ ആക്കി വെക്കാം. നിങ്ങൾ അഭിപ്രായം. മൻസൂർ പറയുന്നത് പറ്റുന്നതാണ്. വേറെ ആർക്കെങ്കിലും പറ്റൂല എന്നൊരു അഭിപ്രായം ഉണ്ടോ? എങ്ങനെ? ഇല്ല, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉൾപ്പെട്ടില്ല. അതിന്റെ പുറമെ വേറെ എമൗണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ് ഫുള്ള് ഇങ്ങനെ ആയിട്ടോ എല്ലാവരും ഡിസ്കസ് ചെയ്താണ് നമ്മൾ ക്ലാസ് നിന്ന് നമ്മൾ വെറുതെ പറയല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ പറയും എന്താ നിങ്ങളെ അഭിപ്രായം തോന്നിയത്? ഷെയർ പ്രീമിയം എന്താണെന്ന് മനസ്സിലാകാത്തവരില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ സാധനം എന്നുള്ളത്? ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ റിലയൻസിന്റെ ഇന്നത്തെ ഷെയർ, അല്ലെങ്കിൽ ഇന്നത്തെ ഷെയർ അല്ല, അങ്ങനെയല്ല ഇന്നത്തെ ഷെയർ പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിലേക്ക് കണക്ട് ചെയ്യും, അങ്ങനെയല്ല, ഞങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ റിലയൻസ് അവർ ഇഷ്യൂ ചെയ്ത സമയത്ത്, ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് അവരൊരു എമൗണ്ട് കാണും, ഒരു ഷെയറിന് എത്ര എമൗണ്ട് ആണ്. അപ്പൊ അതൊരു 10 ആണെന്ന് വിചാരിച്ചോളൂ. അതിനെയാണ് നമ്മൾ വിളിക്കുക ഫേസ് വാല്യൂ. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഓരോ ഷെയറിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും. ഈ ഫേസ് വാല്യൂവിന്റെ പുറമെ ഞാനൊരു ഷെയർ വാങ്ങിയ സമയത്ത് ഒരു എക്സ്ട്രാ എമൗണ്ട് അടിച്ചു. ഞാൻ അടുക്കുന്നത് 15-നാണെന്നുണ്ടെങ്കിൽ ഈ ഫേസ് വാല്യൂവിന്റെ മേലെ ഞാനൊരു 5 രൂപ എക്സ്ട്രാ അടിച്ചു. ഈ 5 രൂപ അടക്കുന്നത് ഞാൻ ആ ഷെയറിന്റെ പ്രീമിയം പ്രൈസ് ആണ്, ആ ഷെയറിന് കൊടുക്കുന്ന എക്സ്ട്രാ പ്രീമിയം എമൗണ്ട് ആണ്. ഇതാണ് ഷെയർ പ്രീമിയം പേയ്മെന്റ്. ഇത് എല്ലാ കമ്പനിക്കും ഉണ്ടാവും ഷെയർ പ്രീമിയം. ഒരു കമ്പനി അവരുടെ ഫേസ് വാല്യൂലൊന്നും അവരെ ഷെയർ കൊടുക്കുന്നുണ്ടാവുക. ഈ ഫേസ് വാല്യൂ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാല്യൂലാണ് എന്ത് ചെയ്യുക, പലപ്പോഴും എന്നല്ല 95% കമ്പനിയും പലപ്പോഴും അവരുടെ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക ഫേസ് വാല്യൂമിലാണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്തു, 10 രൂപ ഷെയർ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ ഒരു 5 എണ്ണം വാങ്ങും. ഓക്കെ, പക്ഷെ ആ ഷെയർ നിങ്ങൾ വാങ്ങിയ സമയത്ത് 15 ആയിരുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? 15 ഷെയറിന് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 15 × 5 പറയുമ്പോൾ ഏകദേശം 75 ആയി. പക്ഷെ അതിന്റെ ഫേസ് വാല്യൂ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എത്രയേ ഉള്ളൂ? 50 ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കമ്പനി ഡിവിഡൻഡ് തരുന്ന സമയത്ത്, കമ്പനി നമുക്ക് ഡിവിഡൻഡ് തരുമല്ലോ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിന്റെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നിങ്ങൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തരും? ഡിവിഡൻഡ് തരും. ഇതാണ് ഡിവിഡൻഡ്. അപ്പൊ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ
അക്കൗണ്ട്സിംഗ് വർക്ക് പ്രകാരം റൂൾ പ്രകാരം ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മളെ കമ്പനീന്റെ ഫേസ് വാല്യൂമിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കമ്പനീന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 അല്ലെ? 10ന്റെ 5 ഷെയർ നിങ്ങൾ ഹോൾഡ് ചെയ്യണു, അപ്പൊ 50. അപ്പൊ ഡിവിഡൻഡ് 2% ആ കമ്പനി ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2% എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും 2% ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ 2% കാൽക്കുലേറ്റ് ചെയ്യുക 2 × 50 കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ എന്തുമില്ലല്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 75 എന്ത് ചെയ്യുക, ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ഏത് കമ്പനികൾക്കാണ്? ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്കാണ്. ഇക്വിറ്റി നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസ് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നോർമൽ കമ്പനി അല്ല. ഇപ്പൊ നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാം? അത് നിങ്ങൾക്ക് ഈ എമൗണ്ടും കൊടുക്കാം, ആ എമൗണ്ടും കൊടുക്കാം, ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കാം, പല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കാം. പക്ഷേ ലിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കമ്പനികളൊക്കെ അവരുടെ ഡിവിഡൻഡ് കൊടുക്കുക ഫേസ് വാല്യൂ എമൗണ്ടിലാണ്. അപ്പൊ ഈ ഫേസ് വാല്യൂ എമൗണ്ടിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു എമൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ 10 ഫേസ് വാല്യൂ, 10 ഫേസ് വാല്യൂ ഉള്ള ഷെയർ നമ്മൾ 15 പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ എക്സ്ട്രാ 15 എന്താണ്? ഷെയറിന്റെ പ്രീമിയം എമൗണ്ട് ആണ്. ആ ഷെയറിന് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം ആണ്. കാരണം ആ ഷെയർ വാല്യൂ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഷെയറിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടി വരുന്ന എക്സ്ട്രാ പ്രീമിയം എമൗണ്ട് ആണ്. ഈ പ്രീമിയം എമൗണ്ട് നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ഇനി അങ്ങനെ ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്കാത്തിന്റെ കമ്പ്യൂട്ടേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, സക്കാത്ത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി കൂട്ടുകയാണ്. അതിൽ ഇക്വിറ്റി കൂട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഈ എമൗണ്ട് കൂട്ടാൻ പറ്റുമോ ഇല്ലയോ? അത്രയാണ് ക്വസ്റ്റ്യൻ. പറയ് വർഷ ഈശ്വരൻ. ഓക്കെ, ബാക്കി സാറേ അത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറ്റുമെന്നാണ് അഭിപ്രായം. അരിസ്ക. ഓക്കെ, അടുത്ത ആളെ നിങ്ങൾ ഡൗട്ട് പറയും. ഇത് നമ്മുടെ കമ്പനിയുടെ ഇതായിട്ട് ആദ്യം വരുന്നത് ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ടല്ലേ പോകുന്നത്, അതോ ഓണർ ക്രെഡിറ്റ് ആണോ ചെയ്യുന്നത്? ഓണർ ക്യാപിറ്റൽ ഡെബിറ്റ് അല്ലേ ആവുന്നത്? അപ്പോഴാണ് ക്യാപിറ്റൽ ഡെബിറ്റ് എന്ന് ഉദ്ദേശിച്ച് ഇത് പർച്ചേസ് ചെയ്തത് മനസ്സിലായില്ല. ബാങ്ക്, നമ്മൾ ഈ എക്സ്ട്രാ പൈസ ബാങ്കിൽ ഡെബിറ്റ് ചെയ്യും, ബാങ്കിൽ ഫണ്ട് ഡെബിറ്റ് ആവുണ്ടാവും. ഐ മീൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ബാങ്ക് ഇക്വിറ്റി കാണിക്കണം. ഇക്വിറ്റി കാണിക്കാം. ഓക്കെ, കാണിക്കണം. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞ ആരും എന്ത് പറഞ്ഞില്ല, ജലീൽ ഷെരീഫ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്, ശരിയാണ്. ഈ സാധനത്തിന് എന്ത് ചെയ്യണം? ഇക്വിറ്റി പോർഷനിലേക്ക് കൂട്ടണം. അപ്പൊ നമ്മളൊരു എക്സ്ട്രാ സാധനം ഞാൻ കൂട്ടത്തിൽ ക്വസ്റ്റനിൽ ചേർത്ത് പറഞ്ഞതുള്ളൂ. നമ്മൾ അവിടെ പറയാത്തൊരു സാധനമാണ് ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ തന്നെ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട്, റിസർവ് ഒക്കെ കൂട്ടിയ പോലെ തന്നെ റിട്ടേൺ ഏർണിങ്സ് ഒക്കെ കൂട്ടുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ പ്രീമിയം ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ഇത് ലിസ്റ്റഡ് കമ്പനികൾക്കേ വരുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്കി കമ്പനികൾക്കൊന്നും ഉണ്ടാവില്ല. ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ പ്രീമിയം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എമൗണ്ടിന്റെ കൂടെ കൂട്ടണം. ഓക്കെ, മൂന്നാമത്തെ ആള് റീറ്റെയിൻ ഏർണിങ്സ്. റിട്ടേൺ ഏർണിങ്സ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ ഏർണിങ്സ് എന്ത് ചെയ്യണം? ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റിട്ടേൺ ഏർണിങ്സ് നമ്മൾ സക്കാത്ത് ബേസിലേക്ക് ആഡ് ചെയ്യൂലേ? ആഡ് ചെയ്യും. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, ആഡ് ചെയ്യും. സക്കാത്ത് ബേസ് ചാറ്റിൽ ആരോ പറയുന്നുണ്ട് ആഡ് വർഷ. യെസ്, കറക്റ്റ്, ആഡ് ചെയ്യും. റിട്ടേൺ ഏർണിങ്സ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമ്മളൊന്ന് പറഞ്ഞാണ്. ആഡ് ചെയ്യും. അപ്പൊ അതും എന്ത് ചെയ്യും? നമ്മൾ ഇക്വിറ്റിന്റെ സൈഡിലേക്ക് അതും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആഡ് ചെയ്യും. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരാൾക്ക് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ അല്ല, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം. ഓക്കെ, അടുത്തത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഇത് ഞാൻ ചോദിക്കുന്നത് ഇവിടത്തെ ഒന്നുമല്ല, അസറ്റിന്റെ കേസോ ലയബിലിറ്റി ഇക്വിറ്റിന്റെ കേസോ ഒന്നുമല്ല. ഇത് നമ്മൾ അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് യെസ് ഡിസലോ ചെയ്യും എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഡ് ബാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ചെയ്യേണ്ടത്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അപ്പൊ അതാർക്കും ഡൗട്ട് ഇല്ല വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യാം, അതും ഓക്കെ. ഇനി അടുത്തത് ഫിക്സ്ഡ് അസറ്റ് അവിടെ നിൽക്കട്ടെ. ലോങ് ടേം ലോൺ ഉണ്ട് കമ്പനിക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കിടക്കുന്ന ലോങ് ടേം ലോൺ ആണ്. യൂസ്ഡ് ടു ഫിനാൻസ് ഫിക്സ്ഡ് അസറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാച്ചിങ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു സൈഡിൽ നമ്മൾ ലോൺ എടുക്കുന്നത്, അപ്പുറത്ത് എന്താവണം? ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ ലോൺ എടുത്തിട്ടുണ്ട് നമ്മൾ, ലോങ് ടേം ലോൺ ആണ്, ഷോർട്ട് ടേം അല്ല, ലോങ് ടേം ലോൺ ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കമ്പനിക്ക് എന്തുണ്ട്? 60ഓളം ലോൺ ഉണ്ട്. 60. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും? സക്കാത്ത് ബേസിൽ എന്ത് ചെയ്യും? സക്കാത്ത് ബേസിൽ നമ്മൾ ആഡ് ചെയ്യോ ഒഴിവാക്കുവോ?
ആഡ് ചെയ്യും. പ്ലസ് ചെയ്യണോ കറണ്ട് കറണ്ട് പോർഷൻ ഒഴിവാക്കുന്നു. കറണ്ട് പോർഷൻ ഒഴിവാക്കണം. ഓക്കെ, പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ ചെയ്യാം സക്കാത്ത് ബേസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ? ആഡ് ചെയ്യാം. ആഡ് ചെയ്യാം അല്ലെ? അങ്ങനെ തന്നെ എല്ലാവർക്കും വേറെ അഭിപ്രായം ഒന്നുമില്ലല്ലോ? മൈനസ് ചെയ്യാന്നാർക്കും അഭിപ്രായം ഇല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് ബേസിലേക്ക് ലോങ് ടേം ലോൺ എന്നുള്ള രീതിയിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് ഞാനൊരു സ്പെഷ്യൽ പോയിന്റ് ആയിട്ട് ഇടയിൽ പറഞ്ഞു പോയിരുന്നു ക്ലാസ് എടുത്തപ്പോൾ, ഓർമ്മയുണ്ട് ഞാൻ വിചാരിക്കുന്നു. സ്പെയർ പാർട്സിന്റെ കേസ്. സ്പെയർ പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ടേം യൂസിനാണ് സ്പെയർ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യോ ഇല്ലയോ? സെഷനിൽ നമ്മൾ എടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? സ്പെയർ പാർട്സ് പറഞ്ഞത് ഓർമ്മയില്ല? പറഞ്ഞോ? ആർക്കും ഓർമ്മയില്ലേ? ലോങ് ടേം യൂസിനാണെന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സ് നമ്മൾ എന്ത് ചെയ്യും? സ്പെയർ പാർട്സും നമ്മൾ എടുക്കും. ഓക്കെ, സ്പെയർ പാർട്സ് നമ്മൾ ഫിക്സ്ഡ് അസറ്റിന്റെ സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈവൻ ദോ സ്പെയർ പാർട്സ് ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ്ഡ് അസറ്റ് കാണിക്കുന്നതിൽ എന്ത് ചെയ്യണം? ഈ സ്പെയർ പാർട്സ് എടുക്കണം. ഓക്കെ, ലോങ് ടേം യൂസിൽ ആണ് സ്പെയർ പാർട്സ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ആ എമൗണ്ട് ഫിക്സ്ഡ് അസറ്റ്, അതായത് നമ്മൾ ഡിഡക്ഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യല്ലോ, നമ്മൾ ഫിക്സ്ഡ് അസറ്റുകളൊക്കെ നോൺ കറന്റ് അസറ്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യല്ലോ, അതിലേക്ക് ഈ എമൗണ്ട് എന്ത് ചെയ്യണം? സ്പെയർ പാർട്സിന്റെ ഈ എമൗണ്ട് അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, മറക്കരുത്. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവൈലബിൾ ഫോർ സെയിൽ. അതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവൈലബിൾ ഫോർ സെയിൽ എന്താ സംഭവം മനസ്സിലായോ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവൈലബിൾ ഫോർ സെയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവൈലബിൾ ഫോർ സെയിൽ എന്ന് ഉദ്ദേശിച്ചത് നമുക്കൊരു പെർട്ടിക്കുലർ കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, നമ്മളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏതോ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെയിലിന് വേണ്ടി അവൈലബിൾ ആണ്. അതായത് നമ്മൾ ലോങ് ടേം പർപ്പസിന് വാങ്ങിയിട്ടൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യണേ? നാളെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അവിടെ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞിരുന്നു? ഇൻവെസ്റ്റ്മെന്റ്സ് ഓർമ്മ ഉണ്ടോ? പൊതുവെ നമ്മൾ എന്താ ചെയ്യുക? വേറെ ഒരു കമ്പനിയിൽ, ഇപ്പോൾ എൻ്റെ കമ്പനി വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് അത് ഇവിടെ ചെയ്യാം. എന്താ ആഡ് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് കുറക്കാൻ പറ്റുമോ? കൂട്ടാൻ പറ്റുമോ? പേഴ്സണൽ എന്നല്ല, നമ്മൾ വേറൊരു പരിപാടി കൂടി പറഞ്ഞില്ലേന്നാ, ആ കമ്പനി സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറക്കാന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? മറന്നോ? ഇല്ല, പറഞ്ഞു. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സാധനം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻവെസ്റ്റ്മെന്റ്സ് വേറൊരു കമ്പനിയിൽ, നമ്മളെ കമ്പനിക്ക് വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഓപ്പോസിറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബേസിൽ നിന്ന് അത് കുറക്കാം. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കുറക്കാം. നമ്മൾ ഡിഡക്ഷൻസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അത് കുറക്കാം. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഓൾറെഡി സക്കാത്ത് കൊടുത്ത എമൗണ്ട് ആയിരിക്കും നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് ഇങ്ങോട്ട് ഈ കമ്പനിക്ക് കിട്ടുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാറ് അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ കയ്യിൽ നിന്ന് ഡിവിഡൻഡ് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് അല്ലെ? അപ്പൊ നമ്മൾ ഡിവിഡൻഡ് വാങ്ങുന്ന എമൗണ്ടുമേ ഓൾറെഡി ഈ കമ്പനി സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളെ കമ്പനിയിൽ നിന്ന് വീണ്ടും സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഫണ്ടിൽ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ കമ്പനി സക്കാത്ത് പേയിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം, നമുക്ക് കുറക്കാം. പക്ഷെ നമ്മൾ അവിടെ ചെയ്യണില്ല എന്നെങ്കിലോ നമ്മൾ ഇവിടെ എടുക്കും വേണം. അതെന്തുകൊണ്ടാ? അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ടും ആ എമൗണ്ടും ഓൾറെഡി സക്കാത്ത് കൊടുത്തുപോയി. ഇപ്പൊ 2 വട്ടം ഒരു ഫണ്ടും എന്ത് വരില്ല? സക്കാത്ത് വരില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് കുറക്കാം. ഓക്കെ, അപ്പൊ അത് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പിന്നെ അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞാണ്. നമുക്ക് വർക്കിങ്സ് ആകെ വരിക ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ. ഇപ്പൊ ഈ ക്വസ്റ്റനിൽ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ സക്കാത്ത് ബേസ് കാൽക്കുലേഷൻ നടത്തുമ്പോൾ പ്ലസ് ചെയ്യണോ ചെയ്യുക, മൈനസ് ചെയ്യണോ ചെയ്യുക? പ്ലസ് ആണ്. ഉപയോഗിച്ച് പ്ലസ് പറയണം. വേറെ ഉള്ളവരാ? അല്ല, ഈ പറയേ. മുകളിൽ പ്രൊഫഷൻ ഡൗട്ട്ഫുൾ ലോണ് ശരിക്കും അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇത് വരണ്ടേ? ആണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആണ്. മൈനസ് ചെയ്യണം ബുക്ക് പ്രോഫിറ്റ്.
അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് എല്ലാ ആ. അഡ്ജസ്റ്റ്മെന്റും നടത്തി. നമ്മൾ ബുക്ക് പ്രോഫിറ്റ് എടുത്തു. ആ ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കുറെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു, നമ്മൾ പഠിച്ചതാണ്. ചിലത് ഡിസലോ ചെയ്യണം, ചിലത് ആഡ് ബാക്ക് ചെയ്യണം, ചിലത് കുറക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ ഫണ്ടാണത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫണ്ട് നമ്മൾ സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. തിരിച്ച് നമ്മൾ കൂട്ടുക ചെയ്യാം. ഓർമ്മല്ലേ? നമ്മളത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ അത് ഓർക്കണം. ഓക്കെ, പിന്നെ അടുത്തത് സബോർഡിനേറ്റഡ് ലോൺ ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പറയാത്തൊരു ടൈപ്പ് സാധനമാണ്, പക്ഷെ ലിറ്റിൽ ബിറ്റ് ട്രിക്കിയാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ലോൺ എടുത്തു. പക്ഷെ അതിന്റെ സൈഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോ ഫിക്സ്ഡ് റീപേയ്മെന്റ് ഡേറ്റ്, ബിഹേവ്സ് ലൈക്ക് എ ഇക്വിറ്റി. ഇക്വിറ്റി അല്ല, അതായത് ക്യാപിറ്റൽ പോലെ അല്ല, നമ്മുടെ ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോങ് ടേം ലോൺ എടുത്തിട്ടുണ്ട്. ഫിക്സ്ഡ് റീപേയ്മെന്റ് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഇന്ന ദിവസം തിരിച്ചു തരും എന്നൊരു ഡേറ്റ് ഒന്നുമില്ല. ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ അയാൾ നമ്മുടെ ഒരു ക്യാപിറ്റലിലുള്ള ഒരാൾ എന്ത് ചെയ്തു? പാർട്ട്ണർ എന്ത് ചെയ്തു? നമുക്കൊരു ലോങ് ടേം ലോൺ തന്നു സഹായിച്ചു. ആ ലോങ് ടേം ലോണ് ഫിക്സ്ഡ് റീപേയ്മെന്റ് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ലോൺ ആയിട്ടല്ല എടുക്കുന്നത്, പക്ഷെ ഇക്വിറ്റിന്റെ സ്വഭാവം പോലെയാണ്, നോൺ കറന്റ് ലയബിലിറ്റി സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്തിന്റെ ബേസിൽ എടുക്കണം. എടുക്കണം. നമ്മൾ പറഞ്ഞ എടുക്കണം. നോൺ കറന്റ് ലയബിലിറ്റി പോലെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വർഷ സുനിൽ, ഓക്കെ, നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. ഓക്കെ, അത് നോൺ കറന്റ് ലയബിലിറ്റി പോലെ തന്നെ അതിനെന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. കാരണം അതൊരു ഇക്വിറ്റി സൈഡിലേക്കാണ് കിടക്കുന്നത്. ഫിക്സ്ഡ് റീപേയ്മെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആഡ് ചെയ്യണം. അടുത്തത് കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ്. കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു പ്രൊജക്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്ട്രക്ഷൻ പ്രോഗ്രസ്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യണം? കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് എന്താ ചെയ്യാ? ഓക്കെ, വർഷം ആഡ് പറഞ്ഞത് എന്താ മനസ്സിലായില്ല? ആഡ് ഉദ്ദേശിച്ചത് കൂട്ടണം എന്നാണോ മൈനസ് ആണോ ഉദ്ദേശിച്ചത്? മൈനസ് എന്നാണോ ഉദ്ദേശിച്ചത്? പ്ലസ്? ഡിഡക്ഷൻ. യെസ്, കറക്റ്റ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് പോലെ കിട്ടുന്ന കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അസറ്റിന്റെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിലുള്ളത്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ അഡീഷൻസ് ഏതൊക്കെ വരും എന്ന് കിട്ടും, ടോട്ടൽ മൈനസ് ചെയ്യേണ്ടത് ഏതൊക്കെയെന്ന് കിട്ടും. അഡീഷൻസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്കാത്ത് ബേസ് കിട്ടും. സക്കാത്ത് ബേസ് വെച്ച് എന്ത് ചെയ്യുക? ഇൻറ്റു 2.5 അടിച്ചു കഴിഞ്ഞാൽ സക്കാത്ത് കിട്ടും. ഓക്കെ, സോ അതും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, നമ്മൾ ആ സൈഡൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പരിപാടി നിർത്താം. 2 ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഏകദേശം ഒരു ധാരണ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്ത ആരെയും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞതാണ്. പനിയായിരുന്നു. ഓക്കെ, ഒന്ന് റെക്കോർഡിങ്സ് ഒന്ന് കണ്ടൊന്ന് കവറപ്പ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തി പറഞ്ഞോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. എ സൗദി ഇൻഡസ്ട്രിയൽ കമ്പനി ഫോളോയിങ് ഗ്രിഗറിയൻ ഇയർ. അതായത് നമ്മുടെ നോർമൽ ഇയർ ആണ്. അതായത് ഗ്രിഗറിയൻ ഇയർ എന്ന് പറയുമ്പോൾ ജാൻ ടു ഡിസംബർ ആണ് അവരെന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം, സക്കാത്തിന്റെ വർക്കിങ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? ഓർമ്മ ഉണ്ടോ? ഒരു കമ്പനി ജാൻ ടു ഡിസംബർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്തുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ അത്? 2.5 കറക്റ്റ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? 2.5% കുറച്ചും കൂടി കൂട്ടണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.57 ആയിട്ടാണ് എടുക്കുക. കാരണം 2.5 നമ്മൾ പൊതുവെ എടുക്കുക ലൂണാർ കലണ്ടർ ഇയർ പ്രകാരമാണ്. അപ്പോൾ ഒരു കമ്പനി ജനുവരി ടു ഡിസംബർ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇസ്ലാമിക് കലണ്ടർ പ്രകാരം, ഹിജറ കലണ്ടർ പ്രകാരം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സക്കാത്തിന്റെ റേറ്റ് എടുക്കുമ്പോൾ 2.578 എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റേറ്റിൽ ഇൻക്രീസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ റേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം റേറ്റ് എടുക്കാൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അൺഅഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ബുക്സ്. അതായത് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 18 ലക്ഷം അൺഅഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമ്മളെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ബീൻ ഹാൻഡഡ് ഓവർ ദ ഫോളോയിങ് ഓഡിറ്റ് നോട്ട്സ് ടു അഡ്ജസ്റ്റ് ദ പ്രോഫിറ്റ് ബിഫോർ കാൽക്കുലേറ്റിംഗ് ദ സക്കാത്ത് ബേസ്. ഇതിൽ നമ്മൾ സക്കാത്ത് ബേസ് ഒന്നും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത് അൺഅഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം?
അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ആക്കി മാറ്റണം. അതായത് നമ്മൾ ബുക്ക് പ്രോഫിറ്റിന്റെ സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അസറ്റ് ലയബിലിറ്റി ഒന്നും നമ്മൾ നോക്കുന്നില്ല, സക്കാത്ത് ബേസ് കണ്ടുപിടിക്കാനുമില്ല. നമ്മൾ ആകെ ചെയ്യുന്നത്, നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് ഒരു കമ്പനി ഉണ്ടാക്കിയ അൺഅഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമ്മളാണ് സക്കാത്ത് കണ്ടുപിടിക്കേണ്ട ആള്. അപ്പൊ അതിൽ നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ വരുന്നതാണ് എന്ത്, ഈ കിട്ടിയ ബുക്ക് പ്രോഫിറ്റിനെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് വന്ന പ്രോഫിറ്റിനെ സക്കാത്ത് റിലേറ്റഡ് പ്രോഫിറ്റ് ആക്കി മാറ്റണം. അതിനെ നമ്മൾ പറയാം അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് എന്നാ പറയാം. അപ്പൊ ഈ തന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നോക്കാറ്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യം പറയുന്നത് ജനറൽ പ്രൊവിഷൻസ് ആണ്. അതായത് നമ്മൾ ഈ ബുക്ക് പ്രോഫിറ്റിനകത്ത് നമ്മളെ P&L-നകത്തുള്ള ആൾക്കാരാണ്. ഒന്ന് ജനറൽ പ്രൊവിഷൻ ഉണ്ട്. കമ്പനി ഹാസ് റെക്കോർഡഡ് ആസ് എൻ എക്സ്പെൻസ് ഓഫ് 1,50,000 റിയാൽ ഫോർ പ്രൊവിഷൻ ഫോർ ഫ്യൂച്ചർ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. അതായത് കമ്പനി ഇങ്ങനെ P&L ഉണ്ടാക്കി വരുന്ന സമയത്ത് ആ P&L ആരെ ആഡ് ചെയ്തിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ഫ്യൂച്ചർ മാർക്കറ്റ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? കമ്പനി നോർമൽ P&L ഉണ്ടാക്കി, അതിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 18 ലക്ഷം രൂപയാണ് അവർക്ക് എന്ത് വന്നത്, പ്രോഫിറ്റ് വന്നത്. ഈ 18 ലക്ഷം രൂപ എങ്ങനെ വന്നത്? ഇവർ കുറെ എക്സ്പെൻസ് എടുത്തിട്ടാണ്, കുറെ ഇൻകങ്ങൾ വന്നിട്ടാണ്. അതിൽ ഒരു എക്സ്പെൻസ് ഏതാണ്? ഒരു എക്സ്പെൻസ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സ്പെൻസ് ഏത്, കമ്പനി റെക്കോർഡഡ് ആസ് ആൻ എക്സ്പെൻസ് ഓഫ് 1,50,000 ഫോർ പ്രൊവിഷൻ ഫോർ ഫ്യൂച്ചർ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. 1,50,000 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊവിഷൻ എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഫ്യൂച്ചർ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 1,50,000 അവർ എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർക്ക് എന്ത് കിട്ടിയത്, 18 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയത്. ഇപ്പൊ നമ്മൾ എന്താ നടത്തുന്നത്, സക്കാത്തിന്റെ വർക്കിംഗ് ആണ് നടത്തുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 1,50,000-നെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് ചെയ്യണം. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? യെസ് ചെയ്യണമെന്നോ? ആഡ് ബാക്ക്. എല്ലാവരും ആഡ് ബാക്കിന്റെ ആൾക്കാർ തന്നെയല്ലേ? ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ട് അപ്പൊ പറയണം കേട്ടോ. ഓക്കെ ആഡ് ബാക്ക് ചെയ്യണമെന്നാണ് എല്ലാവരും അഭിപ്രായം. ഇതൊരു അഭിപ്രായം എല്ലാം വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ പ്രൊവിഷൻസ്. ഇത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് പോലെ തന്നെയല്ലേ? ബാഡ് ഡെറ്റ് പോലെ തന്നെ അതേപോലെ ഫുള്ളായിട്ട് എടുക്കുമോ സാറേ? ഫുള്ളായിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. 1,50,000 മുഴുവൻ ആഡ് ബാക്ക് ചെയ്യാം. എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത മുഴുവൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, അതല്ലേ ഈ ഡെഫേർഡ് ടാക്സ് ആയിട്ട് വരുന്നത്? ഡെഫേർഡ് ടാക്സ് വേറെ, ഇതല്ല. ഇത് പ്രൊവിഷൻ ഫോർ ഫ്യൂച്ചർ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു എമൗണ്ട് പ്രൊവിഷൻക്ക് മാറ്റി വെക്കുന്നതാണ്. അപ്പൊ ഇതൊന്നും ആക്ച്വൽ എക്സ്പെൻസ് അല്ല. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കമ്പനി പേയ്മെന്റ് കൊടുത്തിട്ടില്ല, നമ്മളൊരു ലയബിലിറ്റി പോലെ ബുക്ക് ചെയ്തിട്ട് വെക്കുകയാണ്. ഭാവിയിൽ ആ എക്സ്പെൻസ് വരാം എന്നുള്ള സാധ്യത നമ്മളൊരു പ്രൊവിഷൻ കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് വർക്കിങ്സ് നടത്തുമ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഈ സാധനം തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാത്ത കാര്യമാണ്, ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ. അതായത് കമ്പനിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അവരുടെ റെമ്യൂണറേഷൻ, ഒരു സാലറീസ്ഡ് പേഴ്സന്റെ റെമ്യൂണറേഷൻ അല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ ആണ്. ദ കമ്പനി പെയ്ഡ് ആൻഡ് എക്സ്പെൻസ്ഡ് 2,50,000 ടു ബോർഡ് മെമ്പേഴ്സ്. ബോർഡിൽ ഇരിക്കുന്ന മെമ്പേഴ്സിന് റെമ്യൂണറേഷൻ ആയിട്ട് 2.5 ലക്ഷം റിയാൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബോർഡ് ഓഫ് റെമ്യൂണറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് റെഗുലേഷൻ എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ആഡ് ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ലോജിക്ക് എന്താ? എന്തോ പറഞ്ഞിരുന്നല്ലോ, സാലറിക്ക് പുറമെ. ഓക്കെ, അത് അടുത്ത് വരാൻ പോകുന്ന സാധനമാണ്. ഇതല്ല, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഗോസിന്റെ മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതല്ല, ഇതും കൈൻഡ് ഓഫ് അതേപോലെ തന്നെ, പക്ഷെ നമുക്ക് പറയാത്തൊരു ലോജിക്കാണ്. ഇതൊന്നുമില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കുക കഴിഞ്ഞാൽ നമ്മുടെ സക്കന്റെ കണ്ണിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നാണ് അവർ പറയുന്നത്. ഒരിക്കലും എന്തല്ല, നിങ്ങളെ എക്സ്പെൻസ് കൊടുക്കുന്ന പോലെ കാണിക്കരുത്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെയാണ് കാണിക്കേണ്ടതെന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലാതെ എന്തല്ല എക്സ്പെൻസ് അല്ല എന്നാണ് സക്ക പറയുന്നത്. അപ്പോഴത് ഇക്വിറ്റി പോകും. ഇക്വിറ്റി പോവും. അങ്ങനെയാണ് അവർ കാണിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. നമ്മളെ നാട്ടിൽ പക്ഷേ ഇങ്ങനെയല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മുടെ നാട്ടിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണിക്കാം. അതിനൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്, TDS പിടിക്കണം, അങ്ങനെ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് നാട്ടിലെ ഈ ഇൻകം ടാക്സ് റൂൾ പ്രകാരം. പക്ഷെ സൗദിയിലെ സക്ക അങ്ങനെയല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ കാണുന്നത്. അവർ പറയുന്നത് ഒരു എക്സ്പെൻസ് അല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്താ പറയാ, പ്രോഫിറ്റിന്റെ പാർട്ടാണെന്നാണ്. അപ്പൊ പ്രോഫിറ്റിന്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജക്കാത്തിന്റെ വർക്കിങ്സ് നടത്തുന്ന സമയത്ത് ഇതൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് തിരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ,
അപ്പൊ ഞാൻ അവിടെ പറയാത്തൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് സോഷ്യൽ ഇൻഷുറൻസ്, ഗോസി. Company found an over accrued expense from the last year for Saudi Riyal 50,000 and reversed it into current year's income. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഗോസി റിവേഴ്സൽ നടത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം കമ്പനി ഓവർ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് ഗോസിന്റെ കേസിൽ. ഗോസി ഞാൻ പറഞ്ഞു, നമ്മുടെ PF കൊടുക്കുന്ന പോലെ, നമ്മുടെ നാട്ടിൽ PF ഒക്കെ പറയില്ലേ, PF പോലെ തന്നെ സൗദിയിൽ നമ്മൾ പഠിക്കുന്നു ഗോസി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഒരു ഇൻഷുറൻസ് പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫണ്ടാണ്. അപ്പൊ ആ ഫണ്ട് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? 50,000 എക്സ്ട്രാ പേയ്മെന്റ് എക്സ്ട്രാ പോയിട്ടുണ്ട് എക്സ്പെൻസിൽ. അത് നമ്മൾ ഈ വർഷം കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. എക്സ്ട്രാ പോയതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ വർഷത്തെ ഇൻകം ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ സക്കാത്തിന്റെ വർക്കിങ്സ് നടത്തുന്ന സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? എന്തെങ്കിലും ചെയ്യണോ? ഈ കറന്റ് ഇയർ പറഞ്ഞ സക്കാത്ത് കൊടുക്കുന്ന ഇയറിലോ അല്ല? നമ്മൾ ഈ കറന്റ് ഇയറിലാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഈ ഇയർക്ക് നമ്മൾ ഇത് ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്, ഐ മീൻ പ്രോഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? ഈ പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് അല്ല? പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മളെ പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. കറന്റ് ഇയർ ഇൻകത്തിന്റെ കൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന് ആഡ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇത് പറയുന്നത് ആഡ് ചെയ്യേണ്ടത്. വേറെ ആർക്കെങ്കിലും? ജലീൽ ഇവിടെ എന്തെങ്കിലും അഭിപ്രായം പറയും? അത് ഓൾറെഡി നമ്മൾ പിങ്കാക്കി കൺസിഡർ ചെയ്തില്ലേ, അപ്പൊ നമുക്ക് ആഡ് ചെയ്യണ്ട. ഓക്കെ, ഒന്നല്ലോ. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ? രാജ് കപൂർ പോയോ? ഇവിടെ അഭിപ്രായം പറയും. ആഡ് ചെയ്യണ്ട, ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരോട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും പറഞ്ഞത് ശരിയാണ്. എന്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അത് എന്ത് ചെയ്യണ്ട? ഓൾറെഡി പ്രോഫിറ്റിൽ ആഡ് ചെയ്യണം. ഓൾറെഡി പ്രോഫിറ്റിൽ ആഡഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യണ്ട? അതിനൊന്നും ചെയ്യണ്ട. അത് അങ്ങനെ തന്നെ നോട്ടെ. കാരണം കഴിഞ്ഞ വർഷം എക്സ്ട്രാ നമ്മൾ കൊടുത്തിരുന്നു, അത് നമ്മൾ ഈ വർഷം എന്ത് ചെയ്തു? ഇൻകം ആക്കി കാണിച്ചു. നമ്മൾ എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട. ഈ ഗോസിയും ആ ഗോസിയും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ മറ്റേ ഗോസി പഠിച്ചതെന്ന് വെച്ചാൽ ഗോസിന്റെ റൂൾ പ്രകാരത്തിന്റെ മേലെ കൊടുത്തണമെങ്കിൽ ഡിസലോ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതല്ല, ഇതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഗോസി ശരിക്കും കൊടുക്കാനുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു? ഓവർ പേ ചെയ്തു, അല്ലെങ്കിൽ റൂള് പ്രകാരം തെറ്റി എന്നല്ല പറയുന്നത്, ഓവർ പേ ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്ത് ഇൻകം ആക്കി കാണിച്ചു. ഓക്കെ, ഇനി അടുത്തത് അല്ലെ, അത് എക്സസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇത് വരില്ലല്ലോ, അത് റീഫണ്ട് വരില്ലല്ലോ. റീഫണ്ട് നമുക്ക് വരില്ല, പക്ഷെ നമ്മളത് റിവേഴ്സ് ഇൻകം ആക്കിയിട്ട് ബുക്ക് ചെയ്തു എന്നുള്ളൂ. നമ്മൾ ബാങ്കിലേക്ക് റീഫണ്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അതല്ല ഞാൻ ചോദിക്കുന്നത്. അത് ഒരു അക്കൗണ്ടിങ് എൻട്രി ഇട്ടിട്ട് ബുക്ക് ചെയ്തു പറഞ്ഞു. അങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ബാങ്കിലേക്ക് റീഫണ്ട് വന്നോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ട്സിൽ അങ്ങനെ മിസ്റ്റേക്ക് വന്നു, നമ്മൾ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തു. അടുത്തത് പേഴ്സണൽ എക്സ്പെൻസ്. നമുക്കൊരു പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ട്. ദ ഓണേഴ്സ് പേഴ്സണൽ കാർ മെയിൻ്റെനൻസ്. ഓണർ പേഴ്സണൽ ടോട്ടലിംഗ് 30,000 വാസ് ചാർജ്ഡ് ടു കമ്പനീസ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. കമ്പനിന്റെ റിപ്പയറിന്റെ അക്കൗണ്ട് ഉണ്ട്. കമ്പനിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ട്. ആ എക്സ്പെൻസ് അക്കൗണ്ടിൽ ഓണർ അയാളുടെ കാറിന്റെ മെയിൻ്റെനൻസ് എക്സ്പെൻസും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? ആഡ് ബാക്ക് ചെയ്യണം. അത് ആഡ് ബാക്ക് ചെയ്യണം. എല്ലാവരും അതിന്റെ അഭിപ്രായം നിങ്ങൾക്ക് തോന്നുന്നു? ഈസിയാണ്, ആഡ് ബാക്ക് ചെയ്യണം അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇനി അടുത്തത് സക്കാത്ത് എക്സ്പെൻസ്. സക്കാത്ത് എക്സ്പെൻസ് ഞാൻ പറയാത്താണ്, സ്റ്റിൽ നിങ്ങളൊന്ന് ലോജിക്കലി പറഞ്ഞു നോക്ക്. കമ്പനി റെക്കോർഡഡ് 2 lakh Saudi riyal as an estimated zakat expense for the current year in the P&L. അപ്പൊ കമ്പനി, അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ? സക്കാത്ത് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്തു? ഒരു എസ്റ്റിമേറ്റഡ് സക്കാത്ത് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം എത്ര സക്കാത്ത് വരും എന്നുള്ളത് എസ്റ്റിമേറ്റഡ് കാൽക്കുലേഷൻ നടത്തി. അങ്ങനെ എസ്റ്റിമേറ്റഡ് സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്തി ആ എമൗണ്ട് കൊടുത്തതിന് ശേഷം, അതായത് സക്കാത്ത് എക്സ്പെൻസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? P&L ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ 18 ലക്ഷം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് സക്കാത്ത് എക്സ്പെൻസ് ആയി കുറച്ചതിന് ശേഷമാണ് എന്ത് വന്നത്? 18 ലക്ഷം പ്രോഫിറ്റ് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ശരിക്കും സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് ഈ എസ്റ്റിമേറ്റഡ് സക്കാത്ത് എക്സ്പെൻസ്, ഇപ്പൊ നമ്മളെ കമ്പനി കുറച്ച പോലെ ഈ എസ്റ്റിമേറ്റഡ് സക്കാത്ത് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, പ്രൊവിഷൻ പോലെ അല്ലേ? പറയും പ്രൊവിഷൻ പോലെയാണ്. എന്ത് ചെയ്യണം? ആഡ് ബാക്ക് അപ്പൊ ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക്
ആഡ് ബാക്ക്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്, അത് പ്രൊവിഷൻ പോലെയാണ്, അതെന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ആർക്കും തെറ്റില്ല വിചാരിക്കുന്നു. പ്രൊവിഷൻ പോലെ തന്നെയാണ്, എസ്റ്റിമേറ്റഡ് സക്കാത്ത് എക്സ്പെൻസ് ആണ്, നമ്മൾ എന്ത് ചെയ്യണോ അതും ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഇത് ഞാൻ ഒരാളോട് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഫൈൻ ഉണ്ട്. ഫൈൻ ഏകദേശം ഒരു 20,000 റിയാൽ ഉണ്ട് ഫോർ ലേറ്റ് വാറ്റ് ഫയലിംഗ്. നമ്മൾ വാറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റി, സക്കാത്തിന്റെ അല്ല വാറ്റിന്റെ ഫയലിംഗ് നമ്മൾ എന്തായി, ലേറ്റ് ആയി. അത് പ്രകാരം ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു 20,000 ആൻഡ് റെക്കോർഡഡ് ആസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ P&L ഉണ്ടാക്കിയ സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ എക്സ്പെൻസിൽ ഫൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണോ കുറക്കണോ എന്നുള്ളത് ഞാൻ ഒരാളോട് ചോദിക്കട്ടെ, ചോദിക്കാത്ത ആരെയും പറയാത്ത ആരെയും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. ഷാഹദ് പറയും, എന്താ നിങ്ങളുടെ അഭിപ്രായം? കേൾക്കുന്നുണ്ടോ? അത് പോയോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് വേറെ ആരോട് ചോദിക്കാം. സമീർ പറയും. ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് ചെയ്യണം അല്ലേ? കറക്റ്റാണ്. അപ്പൊ ഗവൺമെന്റ് ഫൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഗവൺമെന്റ് ഫൈനുകൾ കാര്യങ്ങൾ ഉണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരുവിധം വരുന്ന എല്ലാ പള്ളിക്കെട്ടുകളും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഏതൊക്കെ ആഡ് ബാക്ക് ചെയ്യണം ഏതൊക്കെ കുറക്കണം എന്നുള്ള ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അൺഅഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ബുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം, അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ആക്കി മാറ്റുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നോർമലി ചെയ്യുന്ന പോലെ സക്കാത്തിന്റെ ബേസ് കാൽക്കുലേഷൻ ചെയ്യുന്ന സ്ഥലത്ത് അതിന് ആഡ് ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ധാരണയാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി നമ്മളൊരു അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനകത്ത് ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും 100% സൗദി ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ, 100% സൗദി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 100% സൗദി അല്ല, കുറച്ച് സൗദിയും കുറച്ച് ഫോറിൻ ഓണർഷിപ്പ് ഉണ്ടാകുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ ഓൾറെഡി സക്കാത്തിന്റെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗദി പോർഷന് മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ബാക്കി ഫോറിൻ പോർഷന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട. ഫോറിൻ പോർഷന് നമ്മൾ കൊടുക്കുക കോർപ്പറേറ്റ് ടാക്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് 20% ആണ്, സക്കാത്ത് 2.5 ആണ്. അപ്പൊ ഇത് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല്, AMGH is a Saudi headquartered group with a mixed ownership. കമ്പനിക്ക് എന്തുണ്ട്, മിക്സ്ഡ് ഓണർഷിപ്പ് ആണ്. 60% ഓൺഡ് ബൈ സൗദി നാഷണൽസ്, 60% സൗദി ഓൺഡ് ആണ്. 40% ഓൺഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, 40% ഫോറിനും 60% സൗദി കമ്പനിയാണ്. ഓക്കെ, ദ കമ്പനി ഫോളോവേഴ്സ് ഗ്രിഗറിയൻ ഇയർ, അവർ ജനുവരി ടു ഡിസംബർ ആണ് ഫോളോ ചെയ്യുന്നത്. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിപ്പോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ഇതിൽ ആദ്യം ക്യാപിറ്റൽ ഷെയർ പ്രീമിയം, ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റലും ഷെയർ പ്രീമിയം എന്താ നമ്മൾ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം പറഞ്ഞിട്ടുണ്ട്, രണ്ടും നമ്മൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. എമൗണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓഡിറ്റർ നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ക്യാപിറ്റലിന്റെ 60% സൗദിയാണ്, 40% ഫോറിനുമാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ എമൗണ്ട് എടുക്കുന്ന സമയത്ത്, അതായത് ക്യാപിറ്റൽ നമ്മൾ എടുക്കുമല്ലോ, നമ്മൾ സക്കാത്ത് ബേസ്, ഇത് സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സക്കാത്ത് എത്രയെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ക്യാപിറ്റൽ സൈഡും നോൺ കറന്റ് ലയബിലിറ്റീസും സൈഡും ഒക്കെ എടുക്കും. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് പിന്നെ അഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് കൂട്ടും. അതും നമ്മൾ എന്ത് ചെയ്യും, മൈനസ് നമ്മുടെ അസറ്റ്സ്, അതായത് ഡിഡക്ഷൻസ് കുറക്കും. ഇതാണ് നമ്മൾ ചെയ്യാം. അപ്പൊ അതിൽ ക്യാപിറ്റൽ സൈഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ചിട്ട് തന്നെ 60-40% സ്പ്ലിറ്റ് ചെയ്യേണ്ട. പകരം എന്ത് ചെയ്യുക, ഫുൾ എമൗണ്ടും ക്യാപിറ്റൽ എടുത്തോളാം. ഓക്കെ, എത്രയാണോ ക്യാപിറ്റൽ എമൗണ്ട് ഉള്ളത് ഫുൾ എമൗണ്ട് എടുക്കാം. ഈവൻ ദോ ആ ക്യാപിറ്റലിൽ 60% സൗദി ഉള്ളൂ, 40% ഫോറിനും ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, 5 സംതിങ്ങിന്റെ ഇൻറ്റു 60% സൗദി, 40% ഫോറിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്യേണ്ട. ഫുൾ വർക്കിംഗ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി, സൗദി പോർഷൻ വേറെയും ഫോറിൻ പോർഷൻ വേറെയും ചെയ്താൽ മതി. ഓക്കെ, അതായത് ഫുൾ സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് ഈ വരുന്ന എല്ലാ എമൗണ്ടും കൂടി വെച്ചിട്ടുള്ള സക്കാത്ത് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക.
എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക, ഫുൾ ജക്കാത്ത് ബേസ് കിട്ടിയതിന് ശേഷം ആ ജക്കാത്ത് ബേസിന് എന്ത് ചെയ്യുക, 60% സൗദി ആയതുകൊണ്ട് സൗദിന്റെ പോർഷൻ മാത്രം 60%, ടോട്ടൽ ജക്കാത്ത് ബേസിനെ 60% സൗദി പെർസെൻറ്റേജും 40% എന്ത് ചെയ്യുക, ഫോറിൻ പെർസെൻറ്റേജും ഒക്കെ. അതിൽ തന്നെ 60% നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, ജക്കാത്ത് കൊടുക്കേണ്ടി വരുള്ളൂ. നമുക്ക് ചെയ്ത് ഓൺ ദ വേ വരുന്ന ടൈമിൽ മനസ്സിലാവും. അപ്പൊ ആദ്യം ക്യാപിറ്റലിന്റെ കേസാണ്. ക്യാപിറ്റലിന്റെ കേസ് ഞാൻ പറഞ്ഞു, ടോട്ടൽ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ആഡ് ചെയ്യാം. ജക്കാത്ത് ബേസ് എടുക്കുന്ന സമയത്ത് ഇക്വിറ്റിയിലേക്ക് ഇത് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈസി. രണ്ടാമത്തത് റീറ്റേൺഡ് ഏർണിങ്സ്. റീറ്റേൺഡ് ഏർണിങ്സും നമ്മൾ ആദ്യമേ പറഞ്ഞത്, റിട്ടേൺഡ് ഏർണിങ്സ് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പക്ഷെ അതിൽ ഒരു ഓഡിറ്റർ നോട്ട് ഉണ്ട്. ആ ഓഡിറ്റർ നോട്ടാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പോയിന്റ് ഫുള്ള് ഇവിടെയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. റിട്ടേൺഡ് ഏർണിങ്സ് ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. റിട്ടേൺഡ് ഏർണിങ്സിൽ പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻക്ലൂഡ് സൗദി റിയാൽ ഓഫ് 2 million ഇൻ അൺറിയലൈസ്ഡ് ഫെയർ വാല്യൂ ഗെയിൻസ്. അതായത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് ഒരു 2 million കിടക്കുന്നുണ്ട്. അപ്പൊ എന്താ ഈ അൺറിയലൈസ്ഡ് ഗെയിനും നോൺ റിയലൈസ്ഡ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ആൻഡ് റിയലൈസ്ഡ് ഗെയിനും? ചില ഗെയിനുകൾ അല്ലെങ്കിൽ ചില പ്രോഫിറ്റ് നമുക്ക് റിയലൈസ് ആയിട്ടുണ്ടാവില്ല, അൺറിയലൈസ് ആയി കിടക്കുന്നുണ്ടാവും. ആ പറയുന്നുണ്ടോ ഇല്ലല്ലോ? ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഒരു ഉദാഹരണത്തിന് അൺറിയലൈസ്ഡ് ഗെയിൻ എന്താണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം നമുക്ക് അക്കൗണ്ട്സിൽ ഒന്നും കൂടി പറയാം. അൺറിയലൈസ്ഡ് ഗെയിൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ലാൻഡ് ഉണ്ട്. ഓക്കെ, ഒരു ലാൻഡ് ഉണ്ട്. ഈ ലാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത്, ലാൻഡ് അപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ, നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ലാൻഡ് അപ്രീഷിയേറ്റ് ചെയ്യും. ഓരോ വർഷം കൂടുന്തോറും ലാൻഡിന്റെ വാല്യൂ കൂടി വരും. അങ്ങനെ ലാൻഡ് വാല്യൂ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വർഷവും ഈ ലാൻഡിന്റെ വാല്യുവേഷൻ നടത്തണം. ഓരോ വർഷം കഴിയുന്ന സമയത്തും കമ്പനി എന്ത് ചെയ്യണം, ഈ ലാൻഡുകളുടെ ഒക്കെ വാല്യുവേഷൻ നടത്തണം. ലാൻഡിന് എത്ര വില, ഇപ്പൊ എത്ര വില ആയിട്ടുണ്ട്, ഇപ്പൊ എത്ര വില ആയിട്ടുണ്ട്, വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡിന് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ നടത്തുന്നത് വിചാരിക്കാം. അങ്ങനെ വാല്യൂ നടത്തുമ്പോൾ എന്ത് ചെയ്യും, ലാൻഡിന് വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സിൽ കൂട്ടണം. അപ്പൊ ഇതെന്താണ്, ഇത് ആക്ച്വലി ഒരു ഗെയിൻ ആണ് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ വർഷം 10 ലക്ഷം വാല്യൂ ഉണ്ടായിരുന്ന ലാൻഡ്, ഭൂമി, ഈ വർഷം കമ്പനി വാല്യൂ ചെയ്ത സമയത്ത് 15 ലക്ഷമായി. പക്ഷെ 5 ലക്ഷം കൂടിയിട്ടുണ്ട്. ലാൻഡിന്റെ വില 5 ലക്ഷം കൂട്ടണം. പക്ഷെ ഈ 5 ലക്ഷം നമുക്ക് പൈസ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ, പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്തുണ്ട്, കാരണം നമ്മൾക്ക് ഇത് പ്രോഫിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴേ കിട്ടുള്ളൂ, ഈ ലാൻഡ് വിൽക്കണം അല്ലെ, വിറ്റാലേ നമുക്ക് ഈ 15 ലക്ഷം കിട്ടുള്ളൂ. പക്ഷെ ലാൻഡിന്റെ വില കൂട്ടും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പൊ നമ്മൾ ലാൻഡ് അസറ്റ് കൂട്ടുകയും ചെയ്യും, പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻകം 5 ലക്ഷം കൂട്ടുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഞാൻ അക്കൗണ്ടിങ് രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി 10 ലക്ഷം ആയിരുന്നു നമ്മുടെ എന്ത് അസറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ലാൻഡിന് തന്നെ എടുക്കാം. കഴിഞ്ഞ വർഷം ലാൻഡ് 10 ലക്ഷം ആയിരുന്നു. ഈ വർഷം നമ്മൾ പുതിയൊരു വാല്യൂവർ വെച്ചിട്ട് ഈ വർഷം ലാൻഡ് ഒന്നും കൂടി വാല്യൂ ചെയ്തു. ലാൻഡ് വാല്യൂ ചെയ്തപ്പോൾ 15 ലക്ഷമായി ലാൻഡിന്റെ വാല്യൂ. അപ്പൊ ലാൻഡിൽ എത്ര ഇൻക്രീസ് ഉണ്ട്, 5 ലക്ഷം ലാൻഡിൽ ഇൻക്രീസ് വന്നു. 5 ലക്ഷം ലാൻഡിൽ ഇൻക്രീസ് വന്നു. ലാൻഡ് ഇൻക്രീസ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലാൻഡിനെ കൂട്ടണം. ലാൻഡ് കൂട്ടുക പറഞ്ഞാൽ അസറ്റിനെ കൂട്ടണം. അസറ്റിനെ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇത് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ജേർണൽ എൻട്രി ഇടാൻ ഞാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജേർണൽ എൻട്രിന്റെ ക്ലാസ്സിൽ അവിടെ നമുക്ക് കാര്യമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, അസറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യാന്നാണ്. ഈ ഡെബിറ്റ് ക്രെഡിറ്റ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, അവിടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അസറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ലാൻഡിനെ ഇൻക്രീസ് ചെയ്യുക പറഞ്ഞാൽ ലാൻഡ് അക്കൗണ്ട് നമ്മളിങ്ങനെ ജേർണൽ എൻട്രി ഇടാം അല്ലെ, ലാൻഡ് അക്കൗണ്ട് ഡെബിറ്റ് 5 ലക്ഷം ടു എങ്ങോട്ടാ ക്രെഡിറ്റ് ചെയ്യുക, ടു ഇൻകം അല്ലെങ്കിൽ ലാൻഡ് അപ്രീഷിയേറ്റഡ് ഇൻകം, അങ്ങനെ എന്ത് പേരിട്ടാലും ടു ലാൻഡ് 5 ലക്ഷം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലാൻഡിന്റെ വില 15 ലക്ഷമായി ഉയരും. 10 ലക്ഷം ഉണ്ടായിരുന്നത് 5 ലക്ഷം കൂടി ബാലൻസ് ഷീറ്റിൽ എത്രയാവും, ലാൻഡിന്റെ വില 15 ലക്ഷം ആവും. 5 ലക്ഷം കൂടി ലാൻഡിന്റെ വാല്യൂ കൂടി. അതേ സ്ഥലത്ത് ഒരു ഇൻകം കൂടി എന്താവുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപന്റെ ഒരു ഇൻകം കൂടി നമ്മൾ കൂടുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ ഇൻകത്തിന്റെ പ്രത്യേകത എന്താ, ഈ ഇൻകം നമുക്ക് കൈക്ക് കിട്ടിയിട്ടില്ല അല്ലെ, റിയലൈസ് ആയിട്ടില്ല, അൺറിയലൈസ്ഡ് ആണ്. റിയലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ലാൻഡ് വിൽക്കണം. നമ്മളിപ്പോ സ്റ്റോക്ക് വിറ്റ് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് റിയലൈസ്ഡ് ആണ്. ഒരു സാധനം വിറ്റ് പൈസ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസ്ഡ് ആയി. പക്ഷെ ചില ഇൻകങ്ങൾ എന്താവും, ഇതേപോലെ റിയലൈസ് ചെയ്യാതെ അൺറിയലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇൻകങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു അൺറിയലൈസ്ഡ് ഇൻകം 2 million നമ്മുടെ ഈ റീറ്റേൺഡ് ഏർണിങ്സിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ സക്കാത്ത് ബേസിന്റെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഈ അൺറിയലൈസ്ഡ് ഇൻകങ്ങളെ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. മനസ്സിലായോ? അവിടുന്ന് ഇങ്ങനെ വന്നപ്പോ കിട്ടിയോ? ആഡ് ചെയ്യണം. ലിസ്റ്റ് ഉണ്ട്, ആഡ് ചെയ്യണം നിങ്ങൾക്ക് അഭിപ്രായം? ലിസ്റ്റ് ഉണ്ട്, എങ്ങനെ? കുറയ്ക്കണ്ട്. ഓക്കെ, ഒരാൾ കുറക്കണം പറഞ്ഞു, ഒരാൾ ആഡ് ചെയ്യണം പറഞ്ഞു. കുറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.
ഓക്കെ, സെമി റേറ്റ് കുറക്കണം എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും പറയുക, ഇത് എല്ലാവരും അഭിപ്രായം പറയും. 3 ആളായിട്ടുള്ളൂ. വിനയൻ മൈനസ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, വർഷ മൈനസ് ചെയ്യുന്നു പറഞ്ഞു. വേറെ ഷെരീഫ് മൈനസ് ചെയ്യുന്നു പറഞ്ഞു. ജലീൽ മൈനസ് ചെയ്യുന്നു പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ? കേട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വെറുതെ ഓണാക്കില്ലല്ലോ. ആഡ് ചെയ്യണം. ഓക്കെ, ആര് ആഡ് ചെയ്യണമെന്ന് ഒരാളും കൂടി പറഞ്ഞില്ല. ബസ് പേര് പോയിട്ടാ മറന്നുപോയി. ഞാൻ മറന്നതല്ല, ആ പേര് കണ്ണിന് മുമ്പ് പോയി. ഉപയോഗം ആഡ് ചെയ്യണം. ഓക്കെ, ഉപയോഗ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അൺറിയലൈസ്ഡ് ഗെയിൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ലെസ് ചെയ്യണം, ആഡ് ചെയ്യരുത്. ഓക്കെ, അൺറിയലൈസ്ഡ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ, കാരണം സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇല്ലാത്ത പൈസന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ഫണ്ടിന്റെ പേരിലോ നമ്മൾ സക്കാത്ത് കൊടുക്കണ്ട. സക്കാത്ത് എപ്പോഴും നമ്മളെ കയ്യിലുള്ള വെൽത്തുമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അൺറിയലൈസ് ആയിട്ട് കിടക്കുക. അതുകൊണ്ടാണ് ഈവൻ നമ്മൾ പ്രൊവിഷൻ ഫോറും ആഡ് ബാക്ക് ചെയ്യുന്നത്. പ്രൊവിഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാൻ കാരണം? നമ്മൾ ശരിക്കും എക്സ്പെൻസ് കൊടുത്തിട്ടില്ല. ശരിക്കും എക്സ്പെൻസ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവിഷൻ ശരിക്കും കുറയ്ക്കായിരുന്നു. ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊവിഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്തത്? നമ്മൾ ശരിക്കും പൈസ കൊടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു എക്സ്പെൻസ് നടന്നിട്ടില്ലല്ലോ. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു എക്സ്പെൻസിന്റെ പേരിൽ നമ്മളിപ്പോ പ്രൊവിഷൻ ബുക്ക് ചെയ്തിട്ടു എന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രൊവിഷൻ ആഡ് ബാക്ക് ചെയ്തത്. അതേ ലോജിക്ക് തന്നെ അൺറിയലൈസ്ഡ് ഗെയിനും. അപ്പൊ അതായത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ശരിക്കും പോയ ചെലവും ശരിക്കും വന്ന വരുമാനത്തെ കുറിച്ച് നിങ്ങൾ സക്കാത്തിന്റെ വർക്കിങ്സ് നടത്തുന്ന സമയത്ത് ചെയ്താൽ മതി. അല്ലാതെ പ്രൊവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ഗെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിലോ ഒന്നും അതിനെന്ത് ചെയ്യണ്ട, സക്കാത്തിന്റെ വർക്കിങ്സിലേക്ക് കൂട്ടണ്ട. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും അൺറിയലൈസ്ഡ് ഗെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് കുറക്കണം. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ അവിടെ പറയാത്ത പോയിന്റുകളാണ്. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ഇടയിൽ കൂടി അത്തരം പോയിന്റുകൾ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓഡിറ്റഡ് നെറ്റ് ബുക്ക് പ്രോഫിറ്റ്. ഓഡിറ്റ് ചെയ്തതിൽ ബുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 85 ബിഫോർ സക്കാത്ത് ആൻഡ് ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ്. സക്കാത്തിന്റെ അല്ലെങ്കിൽ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാത്ത ബുക്ക് പ്രോഫിറ്റ്, അഡ്ജസ്റ്റഡ് ചെയ്യാത്ത അൺഅഡ്ജസ്റ്റഡ് ബുക്ക് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടി വരും. സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അടുത്തത് സുക്കൂക്ക് ബോണ്ട്. സുക്കൂക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ സുക്കൂക്ക് ബോണ്ട് ആണ്. ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ബോണ്ട് ആണ്. നമുക്ക് ഇസ്ലാമിക് ബാങ്കിങ്ങിലൊക്കെ വരുന്ന ഒരു ബോണ്ട്, ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കടപ്പത്രം. ഇപ്പൊ സുക്കൂക്ക് ബോണ്ട് എന്ന് പറഞ്ഞ ഒരു ബോണ്ട് ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ എക്വിപ്മെന്റ് ആണ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറെ നേരം പോകും സുക്കൂക്ക് ബോണ്ട് എന്താന്നുള്ളതൊക്കെ. സുക്കൂക്ക് ബോണ്ട് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ബോണ്ടുകൾ ഉണ്ട്, കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സുക്കൂക്ക് ബോണ്ട് ഉണ്ട്. നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? സുക്കൂക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു എമൗണ്ട് സുക്കൂക്ക് ബോണ്ട് ഉണ്ട്. ക്ലാസിഫൈഡ് ആസ് ഇക്വിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ലോങ് ടേം ആണ്. നമ്മൾ സക്കാത്തിന്റെ ബേസിന്റെ കാൽക്കുലേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇക്വിറ്റിയിൽ എടുക്കണം. ഇക്വിറ്റിയിൽ എടുക്കണം. എല്ലാവർക്കും അതിനേക്കാൾ അഭിപ്രായം ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ചോദിക്കണമെന്നില്ല. എന്ത് ചെയ്യണം? ഇക്വിറ്റിയിൽ ആഡ് ചെയ്യണം. നമ്മൾ യൂഷ്വലി നമുക്ക് അറിയുന്ന സാധനം തന്നെ. അടുത്തത് എംപ്ലോയി ഹൗസിംഗ് ലോൺ. ഓക്കെ, എംപ്ലോയീസിന് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് 50 lakh. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് പ്രൊവൈഡഡ് ടു എംപ്ലോയീസ്. എംപ്ലോയി ഹൗസിംഗ് ലോണിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. എംപ്ലോയി ലോങ് ഹൗസിംഗ് ടേം ലോൺ. ആണെങ്കിൽ ഡിഡക്ട് ചെയ്യണമെന്ന്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എംപ്ലോയി ഹൗസിംഗ് ലോൺ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡിഡക്ട് ചെയ്യണമെന്നാണ് ഒരാൾ പറഞ്ഞത്. ഡിഡക്ട് ചെയ്യണോ വേണ്ടേ? ലോങ് ടേം ആണെങ്കിൽ. ലോങ് ടേം ആണെങ്കിൽ കറക്റ്റ്. ഓക്കെ, ലോങ് ടേം ആണെങ്കിൽ ഡിഡക്ട് ചെയ്യണമെന്നാണ്. അല്ലാതെ എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? പഠിച്ചാണ് ഡിഡക്ട് ചെയ്യണം അല്ലേ? ലോങ് ടേം ഡിസലൂഡ് എന്ന് എവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഡിസലൗഡ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടൊന്നും വരില്ലല്ലോ. ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണാണ്, ലയബിലിറ്റി പോലെയാണ്. അത് നമ്മൾ ഡിസലൗഡും അലൗഡൊക്കെ വരിക നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെന്റിലല്ലേ. ഇവിടെ അത് വരില്ലല്ലോ. ഓക്കെ, ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എംപ്ലോയി ഹൗസിംഗ് ലോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് പറഞ്ഞ പോലെ എംപ്ലോയി ഹൗസിംഗ് ലോൺ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, പ്രത്യേകം പറഞ്ഞിരുന്നു, എംപ്ലോയി ഹൗസിംഗ് റൂള് ഡിഡക്റ്റബിൾ ആണ്. അത് ലേറ്റസ്റ്റ് ചേഞ്ച് ആണ്. ഓക്കെ, സക്കാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചേഞ്ച് ആണ്. സക്കാത്തിന്റെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് എംപ്ലോയി ഹൗസിംഗ് ലോൺ ഉണ്ട്, അത് ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണെന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഫ്രീ അല്ലെങ്കിലും കൂടി ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അതെന്താണ്? ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, അത് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഒരു പുതിയ ചേഞ്ച് ആണ്, ഒരു ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്ത് ഇട്ട്. ഇനി അടുത്തത് പ്രൊവിഷൻ ഫോർ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്. ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്രൊവിഷൻ ഫോർ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് എന്താ ചെയ്യുന്നത്. പക്ഷെ അതിലൊരു കൺഫ്യൂഷൻ എന്താ? 3.5 million ആണ് അതിന്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. ഈ വർഷം 0.5 പേ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര എടുക്കാൻ പറ്റും? ടോട്ടൽ പ്രൊവിഷൻ 40 ആണ്.
അതിൽ 3.5 ഓപ്പണിംഗ് ആയിരുന്നു, 0.5 ഈ വർഷം. ഏത് 0.5. മാസം എടുക്കും? പെയ്ഡ് ചെയ്തത് 0.5. മാത്രം എടുക്കുക. ഓക്കെ, പെയ്ഡ് ചെയ്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. പ്രൊവിഷൻ ഫോർ എൻഡ് ഓഫ് സർവീസിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് മാത്രം എടുത്താൽ മതി. ഓക്കെ. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ GCC സബ്സിഡറി. നമ്മളെ കമ്പനിക്ക് എന്തുണ്ട്, ഒരു GCC കമ്പനിയിൽ സബ്സിഡറി കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ GCC സബ്സിഡറി എന്താ ചെയ്യണ്ടേ? സബ്സിഡറി കേസ് സക്കാത്ത് ഇൻ ഇറ്റ്സ് ഹോം കൺട്രി. അവരുടെ കൺട്രിയിൽ അല്ലെങ്കിൽ ആ സബ്സിഡറി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണ്ടേ? ഡിഡക്ട് ചെയ്യണ്ട്. ഡിഡക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞാണ് GCC കൺട്രീസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല GCC കൺട്രി എന്നല്ല, ഏത് കൺട്രി അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ചെയ്യണ്ട അല്ലേ? ഓക്കെ, കറക്റ്റ്. എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സക്കാത്ത് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡിഡക്ട് ചെയ്യാം അല്ലെങ്കിൽ ലെസ് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കുറക്കാം. ഓക്കെ. സോ സി പിന്നെ കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഡിഡക്ഷന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം, അസറ്റിന്റെ കൂടെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ അതിലെന്താ ടിസ്റ്റ് ഉള്ളത്? ന്യൂ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, ഫണ്ടഡ് എൻറ്റയർലി ബൈ സുക്കുക്ക്. ഒരു ഡിസ്റ്റും ഇല്ല. നമ്മൾ ഇവിടെ എടുത്ത ലോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എൻറ്റയർലി ഡിഡക്ട് ചെയ്യാം, പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ല. അടുത്തത് ഇൻവെന്ററിന്റെ കേസിന്റെ സ്പെയർ പാർട്സ് തന്നെയാണ്. ഇൻവെന്ററി സ്പെയർ പാർട്സ് 50% മെഷീനറി, 50% ഫോർ റീസെയിൽ. അതെന്താ നിങ്ങൾക്ക് തോന്നുന്നത്? 50% എടുക്കാം, സെയിലബിൾ അല്ലാത്ത എടുക്കാന്നല്ല, അല്ല ഡിഡക്ട് ചെയ്യണം. ഓക്കെ, ബാക്കി വേറെ ആർക്കെങ്കിലും സ്പെയർ ശരിയുള്ള പാർട്സ്? കറണ്ട് അസറ്റ് എടുക്കും. ആ, റീസെയിൽ ഉള്ളത് എടുക്കാൻ പറ്റുമോ? റീസെയിൽ ഉള്ളത് എടുക്കാൻ പറ്റുമോ? റീസെയിൽ എടുക്കാം. റീസെയിൽ ഉള്ളത് എടുക്കാന്നാ? റീസെയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ കറണ്ട് ഭാഗമായി. ആ അത് കറണ്ട് അസറ്റ് ആയിട്ട് എടുക്കണം. ഇൻവെന്ററിന്റെ കേസ് കൺഫ്യൂഷൻ വേണ്ട. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 50% മെഷീനറി എടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, റിഡക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നോൺ കറണ്ട് അസറ്റ് ആയിട്ട് മാറ്റാം. നമ്മൾ ജസ്റ്റ് സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്തു, നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 50% അവർ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാങ്ങി വിൽക്കുക അങ്ങനത്തെ സ്പെയർ പാർട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കറണ്ട് അസറ്റിന്റെ പാർട്ടാക്കണം, നോൺ കറണ്ട് അസറ്റിന്റെ പാർട്ടാക്കരുത്. അപ്പൊ അത് നമ്മൾ എടുക്കാൻ പാടില്ല. മറ്റേ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ. ഇനി ലാസ്റ്റ് പോർഷൻ, ലാസ്റ്റ് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഗവൺമെന്റ് ഫൈന്. ഗവൺമെന്റ് ഫൈന് 1 lakh ഉണ്ട്. പക്ഷെ ആ ഗവൺമെന്റ് ഫൈൻ എന്താണ്, ലേറ്റ് പേയ്മെന്റ് ഓഫ് ആക്ട് ആണ്. ഗവൺമെന്റ് ഫൈൻ നമ്മൾ പറഞ്ഞു ഡിസലോ ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം എന്നല്ല. ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഡും ലെസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആഡും ലെസ്സും കഴിയുമ്പോൾ ഒരു സക്കാത്ത് ബേസ് കിട്ടും. ഓക്കെ. നമ്മൾ ഇനിയാണ് അതിൽ ഇത് പറയാൻ പോകുന്നത്. അപ്പൊ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ സക്കാത്ത് ബേസ്, ആ സക്കാത്ത് ബേസിന്റെ 60% എടുക്കാം. ഓക്കെ. കാരണം സൗദി കമ്പനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൗദി ഓണർഷിപ്പ് പറഞ്ഞാൽ 60% ഉള്ളൂ. ആ 60% നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2.5 അടിച്ചാൽ മതി. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചെയ്തപ്പോൾ ഒരു 10 കിട്ടി. ഓക്കെ. 10 ലക്ഷമാണ് നിങ്ങൾക്ക് സക്കാത്ത് ബേസ് കിട്ടിയത്. ആ 10 ലക്ഷത്തിന്റെ 60% നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സക്കാത്ത് ബേസ് ആയിട്ട് എടുത്താൽ മതി. സക്കാത്ത് ബേസ് 10 ലക്ഷം കിട്ടി, പക്ഷെ ഓണർഷിപ്പ് എത്ര ഉള്ളൂ, കമ്പനിന്റെ സൗദി ഓണർഷിപ്പ് 60% ഉള്ളൂ. അതുകൊണ്ട് 60% നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി. അപ്പൊ 10 ലക്ഷത്തിന് 60% എന്നുള്ളതിന്റെ ഇൻറ്റു 2.5% എന്ത് വരുള്ളൂ, സക്കാത്ത് വരുള്ളൂ. അപ്പൊ ബാക്കി 40%, ബാക്കി 40% നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അത് പോട്ടെ, അത് എവിടെ പോട്ടെ. കാരണം അത് 40% കമ്പനിന്റെ 40% ഫോറിൻ ഓണർഷിപ്പ് ആണ് അല്ലെ. അപ്പൊ ഇനി 10 ലക്ഷത്തിന് ഇൻറ്റു 40% എന്ന് പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. അതിമേലാണോ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? അതുമല്ല. ഓക്കെ. അങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. അതായത് സക്കാത്ത് ബേസ് നമ്മൾ ഈ വർക്കിങ്സ് ഒക്കെ ചെയ്തപ്പോൾ സക്കാത്ത് ബേസ് ഒരു എമൗണ്ട് കിട്ടി, 10 ലക്ഷം എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കിട്ടി. ഈ 10 ലക്ഷത്തിന്റെ 60% സൗദി ഹോൾഡ് ചെയ്യുന്നത്. കമ്പനിന്റെ ടോട്ടൽ ഓണർഷിപ്പ് 60% സൗദി ഹോൾഡ് ചെയ്യുന്നത്, 40% ഫോറിൻ ആണ്. അപ്പൊ കിട്ടിയ സക്കാത്ത് ബേസിന്റെ 60% എത്രയെന്ന് നോക്കുക. ആ 60% എന്ത് ചെയ്യുക, 2.5 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്കാത്ത് കിട്ടി, നിങ്ങൾ അവിടെ വെക്കുക. ബാക്കി 40% ഉണ്ടല്ലോ, ആ ബാക്കി 40% എന്ത് ചെയ്യണം, അതായത് ഈ ഫോറിൻ ഓണേഴ്സ് എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. 20% കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത്. അത് ഏതുമേലാ കൊടുക്കുക, ഈ 10 ലക്ഷത്തിലാണോ കൊടുക്കുക? അല്ല, ഈ 10 ലക്ഷം സക്കാത്ത് ബേസിന് വേണ്ടി മാത്രം നമ്മൾ കണ്ടുപിടിച്ചാണ്. കോർപ്പറേറ്റ് ടാക്സിനുള്ള ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി പഠിക്കും. എത്ര എമൗണ്ട് ആണ് കോർപ്പറേറ്റ് ടാക്സിന് വരിക, എത്ര എമൗണ്ട് അവർ കൊടുക്കേണ്ടി വരിക, എത്രയാണ് ഏതുമേലാണെന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ അതിന് നമ്മൾ വേറെ വർക്കിംഗ് നടത്തണം, വേറെ പരിപാടി നടത്തണം, വേറെ രീതിയിൽ വേണം കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ചെയ്യേ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കിട്ടിയ അപ്പൊ മിക്സ്ഡ് ഓണർഷിപ്പ് ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ സക്കാത്ത് ബേസ് കണ്ടുപിടിക്കുക. സക്കാത്ത് ബേസിൽ എത്ര ശതമാനമാണ് നിങ്ങളുടെ സൗദി ഓണർഷിപ്പ് എന്നുള്ളത് നോക്കുക. ആ സൗദി ഓണർഷിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക. ഇനി സൗദി ഓണർഷിപ്പ് ഉള്ളതിലും കുറെ ആൾക്കാർക്ക് വേറൊരു കൺഫ്യൂഷൻ വരും. ഇന്നലെ ഒരാൾ ചോദിച്ചതാണ്, അതായത്
നിങ്ങൾക്ക് ഇപ്പോൾ ഓണർഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 70% ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നു പോയി അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. കമ്പനി ആകുമ്പോൾ ഒരാ പുതിയ സൗദീസ് കയറി പോയി, അല്ലെങ്കിൽ ഫോറിൻസ് വന്നു, അങ്ങനെയൊക്കെ വന്നു. ലാസ്റ്റ് ആയ സമയത്ത് ബാലൻസ് ഷീറ്റ് എൻഡ് ചെയ്ത സമയത്ത് 70-30 ഉള്ളത് ബാലൻസ് ഷീറ്റ് എൻഡ് ചെയ്ത സമയത്ത് 60-40 അതായത് സൗദി 60 പ്രൈവറ്റ് അല്ലെങ്കിൽ ഫോറിൻ 40 ആയി. അപ്പൊ ഞാൻ 70-30 എടുക്കണോ, അതോ ഈ മിഡിൽ വന്നത് എടുക്കണോ, അതോ ലാസ്റ്റ് വന്നത് എടുക്കണോ എന്നുള്ളതും ഒരാൾ ചോദിച്ച കൺഫ്യൂഷനാണ്. നല്ല ചോദ്യമാണ് അല്ലെ. അപ്പോൾ അത് ആക്ച്വലി എന്താ എടുക്കേണ്ടത്? ആസ് പെർ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ്, ഏറ്റവും അവസാനത്തെ സക്ക വന്ന അമെന്റ്മെന്റ് പ്രകാരം നിങ്ങൾ ബാലൻസ് ഷീറ്റ് എടുക്കുന്ന ഡേറ്റിലെ ഓണർഷിപ്പ് എന്താണോ അതാണ് എടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ഇനീഷ്യൽ നോക്കണ്ട, ഇൻ ബിറ്റ്വീൻ സക്ക ആരെങ്കിലും ഓണർഷിപ്പിൽ ചേഞ്ച് വന്നിക്കണോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്നത്തെ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണോ സക്കാത്തിന്റെ വർക്കിങ്സ് നടത്തുന്നത് അന്നത്തെ ഓണർഷിപ്പ് നോക്കുക. അന്ന് 60-40 ആണോ 60-40 എടുക്കുക, അന്ന് 70-30 ആണോ 70-30 എടുക്കുക. അപ്പൊ ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള ഓണർഷിപ്പ് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. ഓപ്പണിംഗ് നോക്കണ്ട, ഇൻ ബിറ്റ്വീൻ വന്നു പോയത് നോക്കണ്ട, അതൊന്നും നോക്കണ്ട. അറ്റ് ദ എൻഡ് എന്താണോ ഒന്ന് എടുക്കുക. ഓക്കെ, പറയും പോയോ? എന്താ ഡൗട്ട് പറഞ്ഞ തന്നെയാണോ? ഓക്കെ ഓക്കെ അല്ലേ? അപ്പോ ഈ സ്പെയർ പാർട്സിന്റെ വിഷയത്തില് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. ഈ പറയും. നോൺ സെയിലബിൾ പാർട്സ് ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാല്ലാണ്ട് അല്ല. നോൺ സെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോൺ സെയിലബിൾ ഡിഡക്ട് ചെയ്യാം. അതെ, സെയിലബിൾ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. സെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കറണ്ട് അസറ്റിൽ വിട്ടു, സ്റ്റോക്കിന്റെ കൂടെ കൂട്ടി. അപ്പൊ സെയിലബിൾ ആണെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടതൊന്നുമില്ല. ആഡ് ചെയ്യുന്ന എവിടെ ആഡ് ചെയ്യുന്ന ബേസിലേക്ക് ബേസിൽ ആഡ് ചെയ്തിട്ട് കുറക്കല്ല നമ്മൾ ചെയ്യാം, മൈനസ് ചെയ്യല്ലേ ചെയ്യുക. അതായത് ബേസിൽ ഏതിന്റെ കൂടെ കൂട്ടുക? കറണ്ട് അസറ്റ്സിന്റെ കൂടെ അല്ലേ കൂട്ടുക നമ്മള്. അതാ ഓക്കെ, അത് മൈനസ് അല്ലേ? അത് മൈനസ് ചെയ്യും, മൊത്തം മൈനസ് ചെയ്യും. ഓക്കെ, ഹലോ, അവിടെ ഒരു ക്ലാരിറ്റി എനിക്ക് വ്യക്തത വന്നില്ല അവിടെ. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 എന്തുണ്ട്, 10 സ്പെയർ പാർട്സ് ഉണ്ട്. 10 സ്പെയർ പാർട്സിൽ 50 50%, അതായത് 5 എണ്ണങ്ങൾ എന്ത് ചെയ്യാണ്? റീസെയിൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. 5 എണ്ണങ്ങളുടെ ലോങ് ടേം സ്പെയർ പാർട്സ് ആണ്, അതായത് കുറച്ച് കാലം നിങ്ങൾ റീസെയിൽ ചെയ്യാതെ കൊണ്ടെടുക്കുന്ന സ്പെയർ പാർട്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്കാത്തിന്റെ വർക്കിങ്സ്, സക്കാത്തിന്റെ ബേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് ഇക്വിറ്റി പ്ലസ് നോൺ കറണ്ട് ലയബിലിറ്റി മൈനസ് ഡിഡക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് മൈനസ് ഈ ഡിഡക്ഷനിൽ നമ്മൾ എന്താ പറയാ, നോൺ കറണ്ട് അസറ്റുകളാണ് നമ്മൾ ഡിഡക്ട് ചെയ്യുക അല്ലെ. കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഡിഡക്ഷൻ ചെയ്യുക. ഈ ഡിഡക്ഷൻ എടുക്കുന്ന സമയത്ത്, ഈ നോൺ കറണ്ട് അസറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സ് ഒക്കെ അതിന്റെ കൂടെ കൂട്ടാം. അതായത് നോൺ കറണ്ട് അസറ്റിൽ കൂട്ടാം. എന്നിട്ട് സക്കാത്ത് ബേസിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇത് മൈനസ് ചെയ്യുന്നേ ചെയ്യാം. കാരണം സക്കാത്ത് ബേസ് മൊത്തം എമൗണ്ടിനെ മൈനസ് ചെയ്യല്ലേ ചെയ്യാം. അപ്പോൾ അവിടെ മൈനസ് ആയി പോയിക്കോളും. ഈ ബാക്കി റീസെയിലിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിന്റെ പോർഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവരില്ലല്ലോ. മനസ്സിലായോ? കിട്ടിയോ? സോ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം നല്ലൊരു ധാരണ ഉണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. ആർക്കെങ്കിലും ഇല്ലാത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഏതെങ്കിലും മിസ് ആയതാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കവറപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കുക. പറയേ. ഇപ്പൊ അവസാനം പറഞ്ഞില്ലേ, ഇപ്പൊ ഈ 50% ഓഫ് മെഷീനറി എന്ന് പറഞ്ഞ് അത് എക്സ്പെൻസ് ആയിട്ട്, ആ 50% എക്സ്പെൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 50% കറണ്ട്, അതായത് സ്റ്റോക്ക് ആയിട്ട് കാണിക്കണം. അതല്ലേ ഉദ്ദേശിക്കുന്നത്? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ക്ലാസ്സിൽ ഇരുന്നിട്ടും ഇനി ആർക്കെങ്കിലും സക്കാത്തിന്റെ വർക്കിങ്സ് ചെയ്യാൻ അറിയാത്തുണ്ട്, മനസ്സിലാവാത്തുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചോദിച്ച് മനസ്സിലാക്കുക. ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളെ ക്ലിയർ ചെയ്യാനുള്ളതൊക്കെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളിലേക്ക് പോകുക. കാരണം സക്കാത്ത് ഈസി പോർഷനാണ് കമ്പയർ ടു കോർപ്പറേറ്റ് ടാക്സ്. സക്കാത്തിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോർപ്പറേറ്റ് ടാക്സിന്റെ ഒക്കെ വർക്കിങ്സ്. സക്കാത്ത് ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇനി നാളെ നമുക്ക് സക്കാത്തിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ 2-3 പോർഷൻസ് ഉണ്ട്. ആ സൈഡ് ആണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുക. അതോടുകൂടി സക്കാത്ത് കംപ്ലീറ്റഡ് ആയി. ഓക്കെ, പിന്നെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിലേക്ക് പോകും. അതിന്റെ കൂടെ പ്രാക്ടിക്കൽസും നമ്മൾ അതിന്റെ ഏതെങ്കിലും ഒരു ദിവസം സക്കാത്തിന്റെ പ്രാക്ടിക്കൽസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇനി ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഞാൻ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതോടുകൂടി ക്വസ്റ്റ്യൻസ് പരിപാടി ഞാൻ നിർത്തുന്നതാണ്. ക്വസ്റ്റ്യൻസിൽ എല്ലാവർക്കും സ്പെയർ പാർട്സിന്റെ കാര്യം പറഞ്ഞത് ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഓൺ യൂസിനുള്ളതാണോ അത്? ഓൺ യൂസിന് ഓൺ യൂസ്. അപ്പൊ ഡിപ്രീസിയേഷൻ വരുന്നില്ലേ? ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അസറ്റ് ആണോ? ഓക്കെ, അസറ്റ് ആക്കി ഇടുന്ന സ്പെയർ പാർട്സ് എന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ,
സോ എന്തെങ്കിലും ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻഡ് ചെയ്യാണ്. ഓക്കെ അല്ലേ? എൻഡ് ചെയ്തോട്ടെ? ഓക്കെ. ഓക്കെ. സോ നാളെ കാണാം. താങ്ക് യു.